കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിന്റെ വ്യത്യസ്ത വശങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു സമ്മറി സ്റ്റേറ്റ്മെന്റ് ആണ് റോമാലേഖനം 12-ാം അധ്യായം എന്ന് നമ്മൾ പറയുകയുണ്ടായി. ആ അധ്യായത്തിൽ നിന്ന് നമ്മൾ 21 കാര്യങ്ങളാണ് ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല, പക്ഷേ പോയിന്റ്സ് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. ഒന്നാം വാക്യത്തിൽ പറയുന്ന ക്രിസ്തീയ ജീവിതം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരാരാധനാ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരാരാധനാ ജീവിതമാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ വാക്യത്തിൽ നിന്ന് ക്രിസ്തീയ ജീവിതം ഒരു വ്യതിരിക്ത ജീവിതം അഥവാ വേർപാടിന്റെ ജീവിതമാണ്, ലോകത്തോട് അനുരൂപരാകാതെ. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ക്രിസ്തീയ ജീവിതം ഒരു രൂപാന്തര ജീവിതമാണ്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. നാലാമത് നമ്മൾ പറഞ്ഞ ക്രിസ്തീയ ജീവിതം ഒരു സുബോധ ജീവിതമാണ്, സുബോധമായി ചിന്തിക്കുക, തിങ്ക് സോബർലി. അഞ്ചാമത് പറഞ്ഞത് ക്രിസ്തീയ ജീവിതം ഒരു ഐക്യ ജീവിതമാണ്, 5-ാമത്തെ വാക്യം. പലരായ നാം ഒരു ശരീരം ആകും. അത് ഉപദേശപരമായും പ്രായോഗികമായും 2 വശങ്ങളുമുണ്ട്. അത് പറഞ്ഞത് 9-ാമത്തെ വാക്യത്തിൽ ക്രിസ്തീയ ജീവിതം നിർവ്യാജ. എട്ടാമതായിട്ട് പറഞ്ഞു 9-ാമത്തെ വാക്യത്തിൽ ക്രിസ്തീയ ജീവിതം ഒരു വിവേചന ജീവിതമാണ്, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിച്ചേരുന്ന വിവേചനമുള്ള ഒരു ജീവിതമാണ്. 9-ാമത് പറഞ്ഞത് 10-ാമത്തെ വാക്യത്തിൽ നിന്ന് ക്രിസ്തീയ ജീവിതം ഒരു മത്സര ജീവിതമാണ്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ടുകൊള്ളുക, ഗിവിംഗ് പ്രിഫറൻസ് ഇൻ ഓണർ. 10-ാമത് പറഞ്ഞത് 11-ാമത്തെ വാക്യത്തിൽ ക്രിസ്തീയ ജീവിതം ഒരു സേവന ജീവിതമാണ്, സെർവിങ് ഇൻ സ്പിരിറ്റ്, സെർവിങ് ദ ലോർഡ് ഫെർവന്റ് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കും. 11-ാമത് നമ്മൾ പറഞ്ഞത് 12-ാമത്തെ വാക്യത്തിൽ ക്രിസ്തീയ ജീവിതം ഒരു സന്തുഷ്ട ജീവിതമാണ്, ജോയ്ഫുൾ ലൈഫ്, റിജോയ്സിങ് ഇൻ ഹോപ്പ്, പ്രത്യാശയിൽ സന്തോഷിക്കുക. 12-ാമത് പറഞ്ഞത് ക്രിസ്തീയ ജീവിതം ഒരു പ്രത്യാശാ ജീവിതമാണ്, റിജോയ്സിങ് ഇൻ ഹോപ്പ്, നമുക്ക് സന്തോഷം തരുന്നത് നമ്മുടെ പ്രത്യാശയാണ്. 13-ാമത് പറഞ്ഞത് 12-ാമത്തെ വാക്യം തന്നെ ആധാരമാക്കി കഷ്ടതയിൽ സഹിഷ്ണുതയുള്ള ജീവിതമാണ്, പേഷ്യന്റ് ഇൻ ട്രിബുലേഷൻ. കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ മനസ്സ് മടുത്തു പോകുന്ന ഒരു ജീവിതമല്ല, അതൊക്കെ സഹിഷ്ണുതയോടെ അഭിമുഖീകരിക്കുന്ന ഒരു ജീവിതമാണ്. 14-ാമത് പറഞ്ഞത് 13-ാമത്തെ വാക്യത്തെ ആധാരമാക്കി ക്രിസ്തീയ ജീവിതം ഒരു പ്രാർത്ഥനാ ജീവിതമാണ്, കണ്ടിന്യൂയിങ് സ്റ്റെഡ്ഫാസ്റ്റ്ലി ഇൻ പ്രയർ. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നമ്മുടെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. 15-ാമത് പറഞ്ഞത് 13-ാമത്തെ വാക്യത്തിൽ ആധാരമാക്കി ക്രിസ്തീയ ജീവിതം ഒരു കൂട്ടായ്മ ജീവിതമാണ്, അതിസൽക്കാരം ചെയ്യുന്ന ജീവിതം, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ ഔദാര്യമായി നൽകുക, കൂട്ടായ്മ കാണിക്കുക, ഡിസ്ട്രിബ്യൂട്ടിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ സെയിൻസ്, ഷോയിങ് ഹോസ്പിറ്റാലിറ്റി എന്നൊക്കെ പറയും. അങ്ങനെ വലിയൊരു കൂട്ടായ്മ ജീവിതമാണ്. 16-ാമത് നമ്മൾ പറഞ്ഞത് 14-ാമത്തെ വാക്യത്തിൽ ക്രിസ്തീയ ജീവിതം ഒരു സദ്ഭാവനാ ജീവിതമാണ്, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുക, ബ്ലസ് ദോസ് ഹു പെർസിക്യൂട്ട് യു, ഒരു ബെനവലന്റ് ഫീലിംഗ് ടു അതേഴ്സ്, മറ്റുള്ളവരുടെ നേരെ ഒരു സദ്ഭാവനയുള്ള ജീവിതം. 17-ാമത് പറഞ്ഞ് 15-ാമത്തെ വാക്യത്തിൽ ക്രിസ്തീയ ജീവിതം ഒരു സമഭാവന ജീവിതമാണ്, കരയുന്നവരോട് കൂടെ കരയുകയും സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുകയും ചെയ്യും. ഇറ്റ്സ് എൻ എംപതറ്റിക് ലൈഫ്, സിമ്പതറ്റിക് മാത്രമല്ല, ഇറ്റ്സ് എൻ എംപതറ്റിക് ലൈഫ്. 18-ാമത് പറഞ്ഞത് 16-ാമത്തെ വാക്യത്തിൽ ക്രിസ്തീയ ജീവിതം ഒരു എളിമത്വ ജീവിതമാണ്, എളിയവരോട് ചേർന്ന് കൊള്ളുക എന്നാണ്, വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുക, അസോഷിയേറ്റ് വിത്ത് ദ ഹംബിൾ. 19-ാമത് നമ്മൾ പറഞ്ഞത് 17-18 വാക്യങ്ങൾ ക്രിസ്തീയ ജീവിതം ഒരു സമാധാന ജീവിതമാണ്, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായി, സമാധാന ജീവിതമാണ്. 20-ാമത് പറഞ്ഞത് 19 വാക്യങ്ങൾ ക്രിസ്തീയ ജീവിതം ഒരു അപ്രതികാര ജീവിതമാണ്, പ്രതികാര ജീവിതമല്ല, അപ്രതികാര ജീവിതമാണ്, നോൺ റിവെഞ്ചിങ്. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം ദൈവത്തിനുള്ളത്, അവൻ അത് ചെയ്യും, നമ്മൾ പ്രതികാരം ചെയ്യുന്ന ആളുകളല്ല. 21-ാമത് നമ്മൾ പറഞ്ഞ 21-ാമത്തെ വാക്യം ക്രിസ്തീയ ജീവിതം ഒരു തിന്മയെ നന്മയാൽ ജയിക്കുന്ന ജീവിതമാണ്, ഇറ്റ്സ് എ വിക്ടോറിയസ് ലൈഫ് വേർ വി ഓവർകം ഈവിൾ വിത്ത് ഗുഡ്. നന്മ ചെയ്ത തിന്മയെ പരാജയപ്പെടുത്തുന്ന ഒരു ജീവിതമാണ്. ഇങ്ങനെ 21 സത്യങ്ങളാണ് അധ്യായത്തില് ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് പറഞ്ഞത്. ഇറ്റ്സ് എ സമ്മറി ഓഫ് അവർ ക്രിസ്ത്യൻ ലൈഫ്. അതിനെ വേണമെങ്കിൽ നമുക്ക്
മൂന്നായിട്ട് ചുരുക്കാം. ഒന്നാമത്, ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ സ്വീറ്റ് സ്മെല്ലിംഗ് ആരോമ. ദൈവത്തിന് സൗരഭ്യം പരത്തുന്ന ഒരു യാഗമാണ്. രണ്ടാമത്, ക്രിസ്ത്യൻ ലൈഫ് ഈസ് അൻ ഇൻഫ്ലുവൻഷ്യൽ ലൈഫ്. മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ഒരു ജീവിതമാണ്. പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതാണ്. മൂന്നാമത് പറഞ്ഞ, ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ പീസ്ഫുൾ ജോയ്ഫുൾ ലൈഫ്. സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു ജീവിതമാണ്. അപ്പോൾ ഈ 21 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ പരാജയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇനി എവിടെയാണ് ഇനി പരാജയപ്പെടുന്നത്? പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒത്തിരി ആളുകളെ, മഹാന്മാരായിരിക്കുന്ന ഒത്തിരി ദൈവദാസന്മാര്, ദൈവമക്കളെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ചരിത്രത്തിലും പരാജയപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ പരാജയപ്പെടുന്നത് എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ എന്തുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തിൽ ശക്തന്മാരായ ദൈവദാസന്മാർ പരാജയം? ആളുകൾ പറയുന്ന പോലെ വെറും സാധാരണക്കാരെ കുറിച്ചല്ല പറയുന്നത്, ശക്തന്മാരായ ദൈവദാസന്മാരെ കുറിച്ച്. ദൈവം വളരെ ഉപയോഗിച്ച ദൈവദാസന്മാര് ക്രിസ്ത്യ ജീവിതത്തിൽ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കുറേ ജീവിതങ്ങള്, ഏകദേശം 1 ഡസൻ ജീവിതങ്ങള് ഞാൻ ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത് നമുക്ക് മോശ എടുക്കാം. മോശയെ പോലെ സൗമ്യനായ ഒരു മനുഷ്യൻ ലോകത്തില്ലെന്നാ പറയും. എന്തൊരു സൗമ്യനായ മനുഷ്യൻ! ഈ 22 ലക്ഷം ജനത്തെയും കൊണ്ട് ഇസ്രായേലിൽ നിന്നും വന്ന ഒരാള്, 40 വർഷം മരുഭൂമിയിൽ അവരെ തീറ്റി പോറ്റി കൊണ്ടു നടന്ന ഒരാള്. ഇങ്ങനെ ഒരു ലീഡർ ലോകത്തുണ്ടോ? ഇത്രയും ശക്തനായ ഒരു ലീഡർ, ഇത്രയും കഴിവുള്ള ഒരു ലീഡർ വേറെ ഇല്ല. അങ്ങനെ ഒരാളെ നമുക്ക് ബൈബിളിലെ ചരിത്രത്തിലും കാണിക്കാനൊക്കെ. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന പോലും 22 ലക്ഷം ആളുകളെ കൊണ്ടുവരുന്നില്ല. മോശ അവരെയൊക്കെ കൊണ്ടുവരുന്നു. ഫറവോൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജാവിനോട് എതിരിട്ട് രാജാവിനെ കൊണ്ട് അവസാനം നിങ്ങൾ പോയി യഹോവയെ നമസ്കരിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞ് വിട്ട് അവസാനം ഫറവോനെ സൈന്യത്തെ ചെങ്കടലിൽ മുക്കിയിട്ട് അവരെയും കൊണ്ട് ഇക്കരെ കടത്തി ആ ജനത്തിന്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും തൃപ്തിയായി നടത്തി കൊണ്ടുവന്ന മനുഷ്യനാണ്. പക്ഷേ താൻ പരാജയപ്പെട്ടു പോയി എന്ന് ഞാൻ പറയട്ടെ. ദൈവം അവനോട് സങ്കടകരമായ ഒരു കാര്യം പറഞ്ഞു, നീ എന്നെ ജനത്തിന്റെ മുൻപിൽ ശുദ്ധീകരിക്കായികൊണ്ട് നീയും അഹരോനും യോർദാൻ കടന്ന് കനാൻ നാട്ടിൽ പ്രവേശിക്കുകയില്ല. മോശയൊക്കെ ദൈവത്തോട് അപേക്ഷിച്ച് നോക്കി. താൻ ദൈവത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങളും മറ്റും ഒക്കെ മോശ പറഞ്ഞു നോക്കി. ദൈവം പറഞ്ഞു മിണ്ടിപ്പോരുന്നു. മോശയുടെ ജീവിതം ഒരു പരാജയമാണോ എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ മോശ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നത്. അതായത് മോശയുടെ മൊത്തം ജീവിതം നോക്കുമ്പോൾ പരാജയമാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. മരുഭൂമലയിൽ ആരൊക്കെയാ വന്നത് കർത്താവിന്റെ അടുക്കൽ? മോശയും ഏലിയാവും അല്ലേ? പരാജയം എന്ന് പറയാൻ നോക്കുക? അങ്ങനെ പറയാൻ നോക്കുകയില്ല. ഒരുപക്ഷെ ഇനിയും മഹാപീഡന കാലത്ത് മോശ ഏലിയാവും വീണ്ടും വന്നേക്കാം. അവരാണെന്നില്ലയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംശയങ്ങളുണ്ട്, അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മോശ പരാജയപ്പെട്ടു. കാരണം ജനത്തെയും കൊണ്ട് കനാനിൽ പ്രവേശിച്ച് അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ഭൂമി ജനത്തിന് വിഭാഗിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ദൈവം അവനെ വിളിച്ചതിന്റെ ഉദ്ദേശം. അത് ചെയ്യാൻ തനിക്ക് കഴിഞ്ഞില്ല. ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു. നീ വാഗ്ദത്തം ചെയ്ത ഭൂമി ഞാനൊന്ന് കണ്ടോട്ടെ, ഞാൻ ഒന്നുമില്ല, ഞാൻ ഒന്ന് കയറിയിട്ട് തിരിച്ച് ഞാൻ പോരാ. ദൈവം പറഞ്ഞു മോശ അധികം സംസാരിക്കണ്ടെന്ന്. പല ദൈവദാസന്മാരുടെയും ജീവിതത്തിന്റെ അന്ത്യത്തിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. വലിയ ശക്തന്മാരായ ദൈവദാസന്മാർ, അനേകായിരം ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടിയവർ, ഒരുപാട് ഉപയോഗിച്ചവർ. പക്ഷെ എന്തൊക്കെയോ കാരണത്താൽ അവരുടെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ വരുമ്പോൾ വലിയൊരു പരാജയം. അതുകൊണ്ടായിരിക്കും എബ്രായ ലേഖനത്തിൽ പറഞ്ഞ് അവരുടെ ജീവിതാന്ത്യം പരിഗണിച്ചിട്ട് അവരുടെ വിശ്വാസം അനുകരിക്കണമെന്ന്. ദി ഔട്ട്കം ഓഫ് ദിയർ ലൈഫ്, അവരുടെ ജീവിതത്തിന്റെ അന്ത്യം എങ്ങനെയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. ഒരു മനുഷ്യൻ എങ്ങനെ മരിക്കുന്നു എന്നുള്ളത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും മരിക്കും എന്നുള്ളത് ശരിയാണ്. നമ്മൾ ആഗ്രഹിച്ചാലും റെഡിയായില്ലെങ്കിലും മരിക്കും. പക്ഷെ എങ്ങനെയാണ് മരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മോശയ്ക്ക് ദൈവമാണ് അവന്റെ ശവസംസ്കാരം നടത്തിയെന്നുള്ളത് ശരിയാണെങ്കിലും ഈ 22 ലക്ഷം ജനങ്ങളും ചുറ്റും നിന്ന് വിലപിച്ചുകൊണ്ട് മോശയെ അടക്കേണ്ടതായിരുന്നു. പക്ഷെ അതിനവസരം കിട്ടിയില്ല. ദൈവം അടക്കിയത് മറ്റതിനേക്കാൾ മോശമാണെന്നൊന്നും ഞാൻ പറയില്ല. തീർച്ചയായിട്ടും മഹത്തരമാണെന്നേ പറയും. അതിന്റെ പോയിന്റ് അതല്ല. പക്ഷേ ഏത് ലക്ഷ്യത്തിന് വേണ്ടി അവനെ വിളിച്ചിറക്കിയോ ആ ലക്ഷ്യം പൂർത്തീകരിക്കുവാനായിട്ട് മോശയ്ക്ക് കഴിഞ്ഞില്ല. അതിന് വേദശാസ്ത്രപരമായിട്ടൊക്കെ വ്യാഖ്യാനങ്ങൾ കൊടുക്കും. മോശ ന്യായപ്രമാണത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത്. ന്യായപ്രമാണത്തിന് ഒരിക്കലും പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അത് കൃപയ്ക്കേ സാധിക്കും. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ നേതാവായിരുന്ന മോശ പരാജയപ്പെടേണ്ടത് ആവശ്യമായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഞാൻ അങ്ങനെയൊന്നും പറയില്ല. മോശയ്ക്ക് പരാജയപ്പെടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല.
പാറയോട് കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ പാറ 2 പ്രാവശ്യം അടിച്ചു. അതാണ് മോശ ചെയ്ത തെറ്റ്. എന്ന് മാത്രമല്ല, ആവശ്യമില്ലാത്ത മത്സരികളെ കുടിക്കീനട എന്നും പറഞ്ഞ അടിച്ചത്. മോശ അങ്ങ് അപ്സെറ്റായി. ജനങ്ങൾ മോശയെ അപ്സെറ്റ് ആക്കി. തൊട്ടതിനെല്ലാം കല്ലെടുത്ത് എറിയാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? തൊട്ടതിനെല്ലാം നീ ഇതിനാണോ ഞങ്ങളെ കൊണ്ടുവന്നത്, നീ ഇതിനാണോ ഞങ്ങളെ കൊണ്ടുവന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ തിരിച്ചും മിസ്രൈമിലേക്ക് പോകണമെന്ന് ജനം തീരുമാനിക്കുകയും നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത് മോശ അങ്ങ് അപ്സെറ്റായി. ചില സന്ദർഭങ്ങളിൽ ദൈവദാസന്മാർ പരാജയപ്പെടുന്നത് മറ്റാളുകൾ അവരെ അപ്സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയല്ലേ, കം ടു ദി എൻഡ് ഓഫ് ദി റോപ്പ് എന്ന് പറയും. കയറിന്റെ അറ്റത്ത് വന്നെന്ന് പറയും. നമ്മുടെ നാട്ടിൽ പറയും നെല്ലിപ്പല കണ്ടെന്ന് പറയും. എന്താ പറയാ, പണ്ട് കാലത്തൊക്കെ ഈ കിണറ്റിന്റെ അടിയിൽ നെല്ലിപ്പല ഇടും വെള്ളം വധിക്കാനായിട്ട്. നല്ല അപ്പൊ വെള്ളം വറ്റിച്ച് 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 ഭയങ്കര ആഴമുള്ള കിണറാണ്. അത് കോരി 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 വറ്റിച്ചിട്ട് അവസാനം പറയും നെല്ലിപ്പലക കണ്ടു. ഒരു മനുഷ്യന്റെ ക്ഷമയുടെ അങ്ങേ അറ്റം കാണുമ്പോഴാണ് പറയുന്നത് എന്റെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു. മോശ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടയാളാണ്. മോശയ്ക്ക് ഇനി സഹിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അതൊന്നും ദൈവത്തിന് മുൻപാകെ ന്യായീകരണങ്ങളല്ല, നീതീകരിക്കാനൊക്കെയില്ല. എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്ന തെറ്റിന് ഒരു ന്യായീകരണവും ദൈവം മുൻപാകെ ഇല്ല. നോ എക്സ്ക്യൂസസ് ബിഫോർ ഗോഡ്. നാം തെറ്റ് ചെയ്തെങ്കിൽ തെറ്റ് ചെയ്തു. ഞാൻ നിന്നോട് കൽപ്പിക്കാനേ പറഞ്ഞുള്ളൂ, നീ പാറയടിച്ചു. അത് ബ്ലൈറ്റന്റ് ഡിസൊബീഡിയൻസ് ആണ്. ബ്ലൈറ്റന്റ് ഡിസൊബീഡിയൻസ് ആണ്. അതുകൊണ്ട് നീ പോകൂല. അപ്പൊ ദൈവത്തിന്റെ നിർദ്ദേശത്തിനെതിരെ തന്റെ വികാരങ്ങളെ അവൻ ഇളക്കി വിട്ടു എന്നുള്ളതാണ്. തന്റെ വികാരങ്ങളെ പ്രകടിപ്പിച്ചു ദൈവത്തിന്റെ നിർദ്ദേശത്തിനെതിരെ. നമ്മൾക്ക് എത്ര പ്രാവശ്യം അത് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ദൈവത്തിന്റെ ഇഷ്ടത്തിനും ഹിതത്തിനും എതിരെ നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ കോപമാകാം, നിരാശയാകാം, നമ്മുടെ ഫ്രസ്ട്രേഷൻ ആകാം, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷമാകാം, എന്തെല്ലാം വികാരങ്ങള് നാം ഇളക്കി വിടും. നാം അതിനൊക്കെ എക്സ്ക്യൂസ് തരും. അത് സാരമില്ല, ഒക്കെയാണ് ജീവിതം, അങ്ങനെയല്ല. മോശഭാവം ചെയ്തില്ല പിന്നാന്നോ ഞാൻ, അതൊന്നും പറഞ്ഞാൽ ദൈവത്തിനടുക്കെ പോവില്ല. മോശ എത്ര വലിയ മനുഷ്യനായിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല മോശയുടെ പാപത്തെ ദൈവം ഡീൽ ചെയ്തത്. വാസ്തവത്തിൽ മോശ വലിയ മനുഷ്യനായിരുന്നെങ്കിൽ മോശ ചെയ്ത ചെറിയ പാപം പോലും വളരെ വലിയ പാപമാണ് ദൈവത്തിന് മുൻപാകെ. ചെറിയ മനുഷ്യരാരെങ്കിലും ആ ചെയ്തെങ്കിൽ ദൈവം ചിലപ്പോൾ അങ്ങ് ക്ഷമിച്ചു കൊടുത്തതിനെ. മോശ ചെയ്താൽ ക്ഷമിക്കുകയും. ദൈവം നിങ്ങളെ എത്രത്തോളം ഉപയോഗിക്കുന്നു അത്രത്തോളം നിങ്ങൾ ചെയ്യുന്നതായിരിക്കുന്ന പ്രവൃത്തികൾ ദൈവം മുൻപാകെ ഗൗരവമുള്ളതാണ്. കാര്യം ഒരിക്കലും മറക്കരുത്. ഇപ്പൊ മോശ അങ്ങനെ പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ്. മോശയുടെ ജീവിതം പരാജയമായിരുന്നില്ല, മോശയുടെ ശുശ്രൂഷകളെല്ലാം പരാജയമായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. കാരണം 10 കൽപ്പന ഉൾപ്പെടെയുള്ള ന്യായപ്രമാണമൊക്കെ ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ദൈവത്തിന് കൊടുത്തു. മോശ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞു നോക്കി. ദൈവം പറഞ്ഞു മിണ്ടരുത്. ഏത് മലയായിരുന്നു? നെബോ പർവ്വതം അല്ലേ? അവിടെ കയറി ഒന്ന് കണ്ടോളാൻ പറഞ്ഞു. അത്ര ഒരു ഔദാര്യം ദൈവം കാണിച്ചു. ദൂരെ ഒന്ന് കണ്ടു ആ സമഭൂമി, യോർദാൻ സമഭൂമിയും അവിടെയുള്ള മലകളും എല്ലാം ഒന്ന് കണ്ടു. ഇത് സങ്കടത്തോടാണ് മോശ മരിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര ഒരു മോശ മരിക്കുന്ന സമയത്ത് മോശയ്ക്ക് ഒരു നിരാശാബോധം ഉണ്ടായോ എന്തോ അറിയില്ല. സന്തോഷത്തോടെ അങ്ങ് മരിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുമോ എനിക്കറിയില്ല. മോശ മരിച്ച വിധത്തെക്കുറിച്ചൊക്കെ അല്ലെ അന്നത്തെ ആ സമയത്തെ മോശയുടെ ഭാവനയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് നമുക്കൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ എത്ര ശക്തനായ വ്യക്തിയായാലും, നിങ്ങൾ എത്രയധികം കർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ച വ്യക്തിയായാലും, നിങ്ങളുടെ ശുശ്രൂഷ എത്ര വലുതായാലും, നിങ്ങൾ നിങ്ങളുടെ വികാരത്തെയോ നിങ്ങളുടെ താല്പര്യത്തെയോ നിങ്ങൾ പ്രകടമാക്കുമ്പോൾ വിചാരിച്ചു കൊള്ളണം, ദൈവത്തിന്റെ പരിപാടിയിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറുകയാണ്. ഇത് നമുക്ക് വലിയ ഒരു പാഠമാണ്. സംഖ്യാപുസ്തകം 20 അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അവിടെയാണ് മോശ പാറയടിക്കുന്നതും ദൈവം അവനോട് സംസാരിക്കുന്നത്. രണ്ടാമത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് മോശയുടെ ശിഷ്യനായിരുന്ന യോശുവയാണല്ലോ ജനത്തെയും കൊണ്ട് കനാൻ നാട്ടിലേക്ക് പ്രവേശിച്ചത്. യോശുവയും അസാമാന്യമായ പ്രവൃത്തികൾ ദൈവത്തിന് വേണ്ടി ചെയ്ത ഒരു മനുഷ്യനാണ്. യോശുവയുടെ ജീവിതത്തെ നോക്കിയിട്ട് ഒരു പരാജയമായിരുന്നു എന്ന് ഒരു വിധത്തിലും പറയാനായിട്ട് ഒക്കുകയില്ല. പക്ഷേ യോശുവ ഒരു വലിയ തെറ്റ് ചെയ്തു. ആ തെറ്റ് ഇസ്രായേൽ ജനത്തെ ഇന്ന് വരെ അവരെ ബാധിക്കുന്ന ഒരു തെറ്റ് എന്തായിരുന്നു? കനാനിലെ ജാതികളിൽ ഒരാ ജാതിയെ പോലും വെച്ചേക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അവർ നിങ്ങളുടെ പള്ളയ്ക്ക് മുള്ളായിരിക്കും എന്ന് പറഞ്ഞു. ഗിബയോനിൽ വന്നു പൂത കുറെ അപ്പവും അല്ലെ ഫംഗസ് പിടിച്ച കുറെ അപ്പവും ഒക്കെ ആയിട്ട് വന്നിട്ട് യോശുവയെ അവരെ കബളിപ്പിച്ചിട്ട് പോയി. അത് സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ അതേക്കുറിച്ച് അവിടെ പറയുന്നത് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചില്ലെന്നാണ്. അതാണ്, ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചില്ല. ദൈവമേ, ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു, ഗിബയോനിൽ ഇവരേ നാട്ടുകാരാണ്, ഇവർ പറയുന്നത് ഞങ്ങൾ ദൂരദേശത്ത് നിന്ന് നിന്റെ വാർത്തമാനം കേട്ടിട്ട് ദൂരദേശത്ത് നിന്ന് വന്നാ ഞങ്ങൾ പോന്നപ്പോ എടുത്തതായിരിക്കുന്ന ചെരിപ്പോ അതെല്ലാം കണ്ടില്ലേ കീറി,
അതിന്റെ തോളിലൊക്കെ ഹോള് വന്നു. ഈ അപ്പം ഞങ്ങൾ അന്ന് ഫ്രഷായിട്ട് ചൂടുള്ളപ്പം കൊണ്ടുവന്ന കണ്ടില്ല, ഇപ്പൊ എല്ലാം പൂത്ത് പിടിച്ചതിരിക്കുന്നത്. ഞങ്ങൾ ബീഞ്ഞു തുരുത്തിയാണ് അന്നേരം ഫ്രഷ് ആയിരുന്നു, ഇപ്പൊ കണ്ടില്ലേ അതെല്ലാം ഉണങ്ങി പൊട്ടിച്ച് അങ്ങനെ ഇരിക്കുന്നു. യോശുവ ശരിയായിരിക്കണമല്ല. യോശുവയുടെ കൂടെയുള്ള മൂപ്പന്മാരാകട്ടെ ഒരാൾ പോലും ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചില്ല. യോശുവയുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവരെ ഗിബെയോന്യരുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. അവര് കൊണ്ടുവന്ന ഈ പൂത്ത സാധനങ്ങൾ വാങ്ങിച്ച് ആസ്വദിച്ചു. അപ്പൊ എന്താ യോശുവയ്ക്ക് ഇതിങ്ങനെ വരാൻ കാര്യം? ഇതാ നമ്മുടെ പ്രശസ്തി ലോകമെല്ലാം അറിയുകയാണ്. എന്തോരം ദൂരെ നിന്ന് ഈ ആളുകൾ വന്നിരിക്കുന്നറിയോ നമ്മളോട് സന്ധി ചെയ്യാനായി. നാം ഒരു യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നാം വിജയിച്ചിരിക്കുന്നു. അവർ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. അവർ വന്നിരിക്കുകയാണ് ആളുകൾ. യോശുവയ്ക്ക് മൂപ്പന്മാർക്കും ഒക്കെ അത് ഭയങ്കര സന്തോഷമായി. ദൈവത്തോട് ആലോചന ചോദിക്കാതെ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് യോജിച്ചതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഒരുപാട് വിശ്വാസം അങ്ങനെ ചെയ്യാറ്. അവരുടെ ബുദ്ധിക്ക് അവർ ചിന്തിച്ചപ്പോൾ ശരിയാണ്, അവർ ദൂരെ നിന്ന് വന്നവരായിരിക്കണം. കണ്ടില്ലേ അവരുടെ ഈ തുരുത്തികളൊക്കെ കണ്ടില്ലേ, ഉണങ്ങി ചൊക്കിച്ച് പൊട്ടിത്തുടങ്ങി. അവരുടെ ചെരുപ്പ് കണ്ടില്ലേ, എത്രയോ മൈലുകൾ താണ്ടിയതിന്റെ തെളിവാണത്. അവരവിടുന്ന് കൊണ്ടുവന്നതായിരിക്കുന്ന ഈ അപ്പമൊക്കെ പൂത്തപ്പെട്ട് ആകെപ്പാടെ ഉണങ്ങി പൊടിഞ്ഞു. അപ്പൊ അവർ വളരെ ദൂരെ നിന്നാണ് വന്നത്. അവരെ കണ്ടറിയാം, കുളിച്ചിട്ടുമില്ല, മുടി ചെയ്തിട്ടുമില്ല, ഒന്നുമില്ല, ആകെപ്പാടെ ക്ഷീണിതരായി. അഭാവമൊക്കെ അവരങ്ങനെ നല്ല മൂവി ആക്ടേഴ്സ് ആക്ട് ചെയ്യുന്ന പോലെ അവന്മാർ ആക്ട് ചെയ്ത് കാണിച്ചു. നിങ്ങളെ പറ്റിയുള്ള വാർത്ത കേട്ടു, എന്തോ ഒരു വാർത്തയാണ് കേട്ടത്. ശങ്കരൻ ഭാവിച്ചത് ഓർക്കുക, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ആർക്കും കഴിയില്ല, യഹോവയെ ഞങ്ങൾക്ക് സേവിക്കണം, നമുക്കതുകൊണ്ട് സന്ധി. നല്ല കാര്യമല്ലേ? ചില ആളുകൾ വന്ന് നമ്മളിലേക്ക് വന്ന് നല്ല ചക്കര വർത്തമാനമൊക്കെ പറയും. അവരങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയാമോ? അറിയാതെ വശത്തേക്ക് ഇങ്ങനെ അങ്ങ് ചായും. ശരിയാണ്, ശരിയാണ്. ഈ വിവേചനം എന്ന് പറയുന്ന ഒരു വലിയ ഗുണമാണ്, നേതൃത്വത്തിനുള്ള ഒരു വലിയ ഗുണമാണ് വിവേചന കഴിവ്. ആളുകളെ നന്നായി സംസാരിക്കുമ്പോൾ അത് വിവേചിച്ച് അതിൽ ഒളിഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ചതിവിനെ മനസ്സിലാക്കുക എന്നുള്ളത് നേതൃത്വത്തിന് ആവശ്യമായിരിക്കുന്ന ഗുണമാണ്. ചില സന്ദർഭങ്ങളിൽ നേതൃത്വത്തിന് അത് മനസ്സിലാക്കാൻ കഴിയില്ല. അവർ നല്ല വർത്തമാനമൊക്കെ പറയും, നല്ല വർത്തമാനം, നമ്മളെ പുകഴ്ത്തി, നമ്മുടെ ദൈവ വിശ്വാസത്തെ പുകഴ്ത്തി, നമ്മുടെ സഭയെ പുകഴ്ത്തി ഒക്കെ അവർ പറയും. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അകത്ത് കയറി പൊളിക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അത് മനസ്സിലാക്കണം നമുക്ക്. യോശുവയ്ക്ക് അത് കഴിഞ്ഞില്ല. യോശുവയുടെ ഉണ്ടായിരുന്ന ഇസ്രയേലിലെ മൂപ്പന്മാർക്കും അത് കഴിഞ്ഞില്ല. അവർ ഗിബെയോന്യരുമായി ദൈവത്തിന്റെ ആലോചന ചോദിക്കാതെ അവരെ സന്ധി ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം നിങ്ങൾ അവരോട് ഉടമ്പടി ചെയ്യരുതെന്ന് ദൈവം വ്യക്തമായി പറഞ്ഞ കനാനിലുള്ള ഒരു ജാതിക്കാരോടും നിങ്ങൾ ഉടമ്പടി ചെയ്യരുത്, അവർ നിങ്ങളുടെ മുതുകിന് മുള്ളായിരിക്കും. എല്ലാ ആളുകളെയും പരാജയപ്പെടുത്തിയെങ്കിലും ഒരു കൂട്ടം ആളുകളെ പരാജയപ്പെടുത്താതെ അവർ സുഖമായിട്ട് ജീവിച്ച് ഗിബെയോന്യർ. മറ്റുള്ളവർ ഗിബെയോന്യരെ ആക്രമിക്കാൻ വരുമ്പോൾ യോശുവയും സൈന്യവും അവരെ രക്ഷിക്കാനായിട്ട് ചെല്ലേണ്ടത് ആവശ്യമായി വന്നു. കാരണം ഉടമ്പടി ചെയ്തു പോയില്ലേ. ഉടമ്പടികൾ ചെയ്യുന്നതും വാക്ക് കൊടുക്കുന്നതും ഒക്കെ വളരെ സൂക്ഷിച്ചു വേണം. ഒരുപാട് ചതിവ് പറ്റിയിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ വന്ന് നല്ല ആത്മീയ ഭാഷ തന്നെ സംസാരിക്കും, പ്രൈസലോടും ഒക്കെ പറഞ്ഞ് നല്ല ആത്മീയ ഭാഷയൊക്കെ പറഞ്ഞ് അവിടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ അങ്ങനെ പറയും, ഒരു ആത്മാവിന്റെ ഒരു വലിയ പരിവേഷം ആ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ചതിക്കാൻ വരുന്നവർക്ക് ആത്മീയത നടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സത്യസന്ധന്മാർക്ക് ആത്മീയ നടിക്കേണ്ട ആവശ്യമില്ല. അവരുടെ പ്രാർത്ഥന കേട്ടാൽ ആളുകൾക്ക് തോന്നും, ഓ ഇവൻ ആത്മീയനൊന്നും അല്ലെന്ന് തോന്നുന്നു. വളരെ സൂക്ഷിക്കണം കേട്ടോ. യോശുവയ്ക്ക് പറ്റിയ ആപത്ത് ഇന്നും വരുന്നു. അനേക അവിഹിത ബന്ധങ്ങൾ, കല്യാണത്തോടുള്ള ബന്ധത്തിലായിരിക്കാം, ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കാം, ഇങ്ങനെയുള്ള പലവിധമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവര് ആലോചന കഴിക്കാതെ, ആലോചന എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് ചോദിക്കേണ്ടവരോട് ചോദിക്കണം, അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തോട് ആലോചന ചോദിക്കണം. അത് ചെയ്യാതെ അനേക ആളുകൾ അതിൽ വീണുപോകും. യോശുവയ്ക്ക് ആ തെറ്റ് പറ്റി. ഒരു നല്ല മനുഷ്യനായിരുന്നു ഇല്ലേ? യോശുവ പരാജയമായിരുന്നോ? ഒരിക്കലും അല്ല. പക്ഷെ യോശുവയുടെ ജീവിതത്തിലെ വലിയൊരു പരാജയമാണിത്. ദൈവത്തിന്റെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ലംഘിച്ച് കനാനിൽ വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുമായി ഉടമ്പടി ചെയ്തു എന്നുള്ളത്. നിങ്ങൾ അവരോട് ഉടമ്പടി ചെയ്യരുത് എന്ന് ദൈവം വ്യക്തമായി പറഞ്ഞെടുത്ത് അവരുമായി ഉടമ്പടി ചെയ്തു. ഞങ്ങൾ അറിഞ്ഞില്ല അവർ ഇവിടുത്തുകാരാണെന്ന്. 2 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അവർ ചെന്നു, അവർ പോയപ്പോ ഉണ്ട് ഇപ്പന്മാരെല്ലാം അവിടെ നിന്നു, ചെറിയൊരു ചിരിയായിട്ടൊക്കെ നിൽക്കുന്നു.
ചോദിച്ചാണ് യോശുവാച്ചു ഇങ്ങോട്ടാ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ചില ആളുകള് അങ്ങനെയൊക്കെ അവരെ നമ്മളെ ചതിക്കും. കാര്യങ്ങൾ സത്യസന്ധമായി അന്വേഷിക്കാതെ ചെയ്യുന്ന തീരുമാനങ്ങളുടെ ഫലങ്ങളാണതൊക്കെ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരും. മക്കളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച്, വിവാഹം സംബന്ധിച്ച്, ജോലി സംബന്ധിച്ച് ഓരോരോ കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്ന കേട്ടാൽ തോന്നും ഇതാണ്, ഇതിനേക്കാൾ നല്ല ഒരു ബന്ധം കിട്ടുകയില്ല, ഇതിനേക്കാൾ നല്ല ഒരു മനുഷ്യനെ കണ്ടെത്താൻ കഴിയില്ല, ഇതിനേക്കാൾ നല്ല ഒരു ചെറുക്കനെ കിട്ടുകയില്ല, ഒരു പെങ്കൊച്ചിനെ കണ്ടെത്താൻ കഴിയില്ല, ഇതിനേക്കാൾ നല്ല ഒരു സ്കൂൾ ഈ ലോകത്തില്ല, ഇവിടെ പഠിച്ചവർക്കെല്ലാം നല്ല ജോലി കിട്ടുന്നുണ്ട്, ഒക്കെ ശരിയായിരിക്കും അവർ പറയുന്നത്. പക്ഷെ അതെല്ലാം വ്യാജമാണ്. നാം വളരെ സൂക്ഷിക്കണം. മൂന്നാമത് ഞാൻ കണ്ട ഒരു കാര്യം, ഒരു വ്യക്തി എന്ന് പറയുന്നത്, അദ്ദേഹം സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു. നമ്മുടെ ദാവീദാണ്. ദാവീദ് രാജാവായ ശേഷം പറഞ്ഞു, യോനാഥാന്റെ നിമിത്തം കരുണ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ സീബ എന്ന് പറഞ്ഞ മനുഷ്യൻ പറഞ്ഞു, ഉണ്ട്, യോനാഥാന്റെ ഒരു മകനുണ്ട്, 2 കാലം മുടന്തനാണ്, മെഫിബോശേത്ത്. അവൻ ലോദേബാറിൽ ഒരാളുടെ കൂടെയാണ്, മീലിന്റെ വീട്ടിലാണ് അവൻ താമസം എന്ന് പറഞ്ഞു. ഇന്ന് അവനെ കൊണ്ടുവന്നു അവനെ കൊട്ടാരത്തിൽ തന്നെ താമസിപ്പിച്ചു. രാജാവിന്റെ വക അലവൻസും എല്ലാം, അവന് റേഷനും എല്ലാം കൊടുത്തു. അങ്ങനെ ഇരിക്കെ നമുക്കറിയാം ദാവീദ് ഇങ്ങനെ പല പ്രാവശ്യം ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. ഒരു പ്രാവശ്യം ദാവീദിന്റെ മകനെ പേടിച്ച് ഓടിപ്പോയി കഴിഞ്ഞപ്പോ, സീബ വലിയ മിടുക്കനാണ്, സീബയ്ക്ക് കുറേ മക്കളും ഒക്കെ ഉണ്ട്. മെഫിബോശേത്ത് പറഞ്ഞു, എന്റെ കഴുത്തേക്ക് കോപ്പിട്ട് തരണം, എനിക്കും ദാവീദിന്റെ കൂടെ പോകണമെന്ന് പറഞ്ഞു. സീബ അത് കേട്ട മട്ട് നടിച്ചില്ല. ഓ മുടന്തനായി, നീ ഈ മനസ്സിലൊക്കെ പരിഹരിച്ചു, നീ ഇവിടെ കാണാൻ താമസിക്കുന്നു പറഞ്ഞു. അപ്പൊ ചെന്നോടനെ തന്നെ ചോദിച്ചു, നിന്റെ യജമാൻ എവിടെന്ന് ചോദിച്ചു. അവനെ രാജ്യത്തും എനിക്കിപ്പോ തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞ് അവിടെ ഭയങ്കര ഉത്സവം കൊണ്ടാടുക എന്ന് പറഞ്ഞു. നുണയും അടിച്ചു. ദാവീദ് ഒന്നും അന്വേഷിച്ചില്ല. പറഞ്ഞു, ദാവീദ് പറഞ്ഞു, അവനുള്ള സ്വത്ത് നീ എടുത്തോളാം പറഞ്ഞു. അവളുടെ സ്വത്ത്, ഒരു നല്ല മനുഷ്യന് സ്വത്ത് മുഴുവൻ പോയി. പിന്നെ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ആദ്യം ദാവീദിനെ സ്വീകരിക്കാൻ ചെന്നവരിൽ ഒരാള് മെഫിബോശേത്താ. ദാവീദ് പോയ ദിവസം മുതൽ അവന്റെ കാലിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തില്ല, അവന്റെ മുടി ഒതുക്കിയില്ല, അവൻ നഖം വെട്ടിയില്ല, അവൻ ആകെപ്പാടെ ദുഃഖത്തിലായിരുന്നു. ദാവീദ് എന്നോടനെ ചോദിച്ചു, നീ എന്താ എന്നോട് വരാൻ ഞാൻ ചോദിച്ചു. ഉടനെ അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതാണ്, എനിക്ക് കുതിര കഴുതിക്ക് കോപ്പിട്ട് തരണമെന്ന്. സീബ എന്നെ ചതിച്ചു എന്ന് മാത്രമല്ല, എന്നെ പറ്റി അവൻ നുണയും പറഞ്ഞെന്ന് പറഞ്ഞു. ഉടനെ ദാവീദ് പറഞ്ഞു, നിങ്ങൾ സ്വത്ത് പകുതി എടുത്തോ. വിവശത്ത് പറഞ്ഞു, വേണ്ട, മുഴുവൻ സ്വത്ത് അവന് കൊടുത്തേക്കാൻ പറഞ്ഞു. യജമാനൻ സൗഖ്യമായി വന്നല്ലോ, എനിക്ക് വേറൊന്നും വേണ്ട. ശൗലിന്റെ കുടുംബത്തിൽപ്പെട്ട എനിക്ക് ജീവിച്ചിരിക്കാൻ അർഹതയില്ല. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. ഒരു രാജാവിനെ കീഴ്പ്പെടുത്തിയാൽ കീഴടങ്ങി രാജാവിന്റെ വീട്ടുകാരെ മുഴുവനും നശിപ്പിച്ചു. ഒരാളെ പോലും ഭൂമി പോത്ത് വെച്ച് എനിക്ക് ജീവിക്കാൻ യോഗ്യതയുള്ള. അപ്പൊ നോക്കണം, ദാവീദ് എന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ദാവീദ് അന്വേഷിച്ചില്ല. അന്വേഷിക്കാതെ ദാവീദ് കേട്ട കാര്യം ദാവീദ് അങ്ങ് വിശ്വസിച്ചു. സീബ പറഞ്ഞ നുണ, നന്നായിട്ട് നുണ അവതരിപ്പിച്ച സത്യമാണെന്ന് തോന്നുന്നു കേട്ടോ. ചില ആളുകൾക്ക് അതിന് പ്രത്യേക കഴിവുണ്ട്. നുണ വളരെ നന്നായിട്ട് അവതരിപ്പിക്കും. കേൾക്കുന്നവർക്ക് തോന്നും, ഓ ശരിയാണല്ലോ, സത്യമാണല്ലോ എന്ന് തോന്നും. സംഭവിക്കരുത്. ഒരു നല്ല മനുഷ്യന് തന്റെ സ്വത്ത് നഷ്ടപ്പെട്ടു. ഒരു ദുഷ്ടനായ മനുഷ്യൻ സ്വത്ത് അടിച്ചിരുന്നു. 2 ശമൂവേൽ 16-ാം അധ്യായം വായിച്ചു നോക്കിയാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്ര ആളുകൾക്ക് ഈ അബദ്ധം പറ്റുന്നതെന്നറിയാം. മറ്റുള്ളവരെ പറ്റി നുണ പറയും, ആളുകൾ അത് വിശ്വസിക്കും. കുറെ കാലം കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന ഇത് വെറും നുണയായിരുന്നു. വെറും നുണയാന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ വല്ലതും ചെയ്യാനൊക്കുമോ? വരേണ്ട നഷ്ടങ്ങളും വരേണ്ടതായിരിക്കുന്ന ആപത്തുകളും എല്ലാം വന്നു കഴിഞ്ഞു. ഒന്നും ചെയ്യാനൊക്കില്ല. സീബയെ പോലെയുള്ള ആളുകൾ എല്ലാ കാലത്തും ഉണ്ട്. അവരെ കാര്യസാധ്യത്തിന് വേണ്ടി തരം പോലെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിവുള്ളവരാണ്. സീബയ്ക്ക് അറിയാം, ഈ സമയത്ത് ദാവീദിന്റെ കൂടെ ചെല്ലുകയും ദാവീദിന് ആവശ്യമായിരിക്കുന്ന കുറെ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുകയും ചെയ്താൽ ദാവീദ് ചോദിക്കുന്ന ചോദ്യം ഉണ്ട്, നിന്റെ യജമാന്റെ എവിടെ? അപ്പൊ ഒരു നുണ അവനെ കുറിച്ച് അടിച്ചിറക്കി കഴിഞ്ഞാൽ കാര്യം റെഡിയായി. സ്വത്തല്ല നമുക്ക്. അങ്ങനെയുള്ള നുണകൾ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവരങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, അവരങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നവരുണ്ട്. നുണ പറഞ്ഞ ആളുകൾ. എന്നെക്കുറിച്ച് നുണ പറഞ്ഞ എത്ര ആളുകളുണ്ട്? എനിക്കറിയാവുന്നവർ തന്നെയുണ്ട്. ആ നുണ വിശ്വസിച്ച് തെറ്റിപ്പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് സോറി പറഞ്ഞ ആളുകളുണ്ട്. ബ്രദറെ തെറ്റിപ്പോയി, അവർ പറഞ്ഞ ഞാൻ അങ്ങ് വിശ്വസിച്ചു, നുണയാന്ന് ഞാൻ അറിഞ്ഞില്ല, ഇപ്പോഴറിഞ്ഞത്. ഇപ്പോഴേക്കും അറിഞ്ഞല്ലോ. ദാവീദ് ഒരു വലിയ മനുഷ്യനാണ്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ ദാവീദ് ചെയ്ത തെറ്റുകൊണ്ട്
ഇവിടെ സംഭവിച്ചത് എന്താണ്? സത്യസന്ധനായ ഒരു മനുഷ്യന് തന്റെ പൈതൃകമായ അവകാശമാണ്, ഇസ്രായേലിലെ നിയമം അനുസരിച്ച് പൈതൃകമായ സ്വത്തുകൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല. ഈ കള്ളനായ സീവ ആ സ്വത്ത് മുഴുവൻ അടിച്ചെടുത്തു. സ്വത്തിനെ സ്നേഹിക്കാത്തൊരു മനുഷ്യനായിരുന്നു മെഫീബോശെത്ത്. അവന് കൊടുത്തേക്കാൻ പറഞ്ഞു, മുഴുവൻ അവന് കൊടുത്തേക്കാം. അവനെടുത്തോളം വ്യാഗ്രഹി അവനെടുത്തോളം. രാജാവ് സൗഖ്യമായിട്ട് വന്നല്ലോ, എനിക്കത് മതി. ദാവീദ് ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് മെഫീബോശെത്ത് വരാഞ്ഞത് എന്ന് തന്റെ കൂടെയുള്ള ആരോടെങ്കിലും വിട്ട് ഒന്ന് ശരിക്കൊരു അന്വേഷണം നടത്തിയിട്ട് വരാൻ പറഞ്ഞിരുന്നെങ്കിൽ സത്യം മനസ്സിലായി. സീബ കള്ളനാണെന്നും ഓൻ പറഞ്ഞ് കള്ളത്തരമാണെന്നും സ്വത്തടിക്കാൻ വേണ്ടി പറഞ്ഞാണെന്ന് മനസ്സിലായി. ഞാൻ അന്വേഷിച്ചില്ല. കളവ് നന്നായിട്ട് പറഞ്ഞ അന്വേഷണത്തിന്റെ ആവശ്യമില്ലാതെ വണ്ണം സത്യമാണെന്ന് നമ്മൾ ധരിച്ചു. കളവ് നന്നായി അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ ഏത് കളവും സത്യമാണെന്ന് തോന്നും. പിന്നെ ഒരു കാലത്ത് കണ്ടെത്തുമ്പോൾ നമുക്കൊന്നും ചെയ്യാനൊക്കില്ല. ദാവീദിന്റെ പരാജയത്തിൽ ഒന്നാണെന്ന് ഞാൻ പറയും. ഒരു വലിയ മനുഷ്യന്റെ ഒരു പരാജയം ഒരു ചെറിയ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ സ്വത്ത് മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്തു. നമ്മുടെ പരാജയങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതുകൂടെ നാം ചിന്തിക്കണം. നീ ആ സ്വത്ത് മുഴുവൻ എടുത്തുകൊള്ളൂ എന്ന് ദാവീദ് ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ. അത് മുഴുവൻ സീവ അത് മുഴുവൻ തട്ടിയെടുത്തു. പിന്നെ സത്യം അറിഞ്ഞപ്പോൾ എന്നാ പകുതി പകുതി ആക്കിക്കോളാൻ പറഞ്ഞു. അതിലൊന്നും സീബയ്ക്ക് സന്തോഷമായിരുന്നില്ല. അവൻ മുഴുവൻ എടുത്തോട്ടെന്ന് മെഫീബോശെത്ത് പറഞ്ഞപ്പോൾ സീബയുടെ മുഖത്ത് നോക്കണമായിരുന്നു. വളരെ സന്തോഷമായി കാണുന്നു എനിക്ക് തോന്നുന്നു. കാര്യസാധ്യത്തിന് വേണ്ടി കാര്യങ്ങൾ കാണിക്കുന്നതാണ്. നാലാമത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മഹത്വം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നാം ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയും പറയുകയും ചെയ്യും. സത്യമായിരിക്കും നാം പറയുന്നത് മുഴുവനും, ഒരു നുണയും പറയില്ല. പക്ഷെ നമ്മുടെ ശവക്കുഴി നമ്മൾ തന്നെ തോണ്ടുക. എന്റെ മനസ്സിരിക്കുന്ന ആരാണെന്നറിയാം? ഹെസ്കിയാവ് എന്ന് പറഞ്ഞ ഒരു രാജാവ്. തന്റെ രോഗമൊക്കെ സൗഖ്യമാക്കിയ ശേഷം അങ്ങ് ദൂരെ, വളരെ ദൂരെയാ ബാബിലോൺ. ബാബിലോണിൽ നിന്ന് നെബൂഖദ്നേസറിന്റെ എമിസറീസ്, തന്റെ ആളുകൾ വന്നു, അനുമോദന ലെറ്ററുമായി സമ്മാനവുമായി വന്നു. നിങ്ങൾക്ക് മാരകമായ രോഗം ഇങ്ങനെ അതിശയകരമായി സൗഖ്യമായി, ഘടികാരത്തിലെ നിഴൽ 10 ഡിഗ്രി പുറകോട്ട് പോയ സംഭവങ്ങളൊക്കെ ഞങ്ങൾ അതൊക്കെ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു വന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഹെസ്കിയാവ് എന്താ ചെയ്തത്? വന്നതായിരിക്കുന്ന ആളുകളെ നന്നായിട്ട് പരിചരിച്ചു. തൻ്റെ രാജധാനിയിലുള്ള എല്ലാം അവരെ കാണിച്ചു. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം, സ്വർണവും വെള്ളിയും മറ്റെന്തെല്ലാം ഉണ്ട്, പെർഫ്യൂംസ്, അന്നത്തെ കാലത്ത് സ്വത്തായി കണക്കാക്കിയിരുന്ന എല്ലാം കാണിച്ചു. അത് കഴിഞ്ഞോടനെ യെശയ്യാവ് ഇങ്ങോട്ട് അയച്ചു. ഹെസ്കിയാവേ, നിന്റെ അടുക്കൽ ചില ആളുകൾ വന്നിരുന്നല്ലോ, അവർ ആരെന്ന് ചോദിച്ചു. അവരങ്ങ് ദൂരേന്ന് വന്നവരാ, എന്റെ മഹത്വം കേട്ടിട്ട് വന്നവരാന്ന് പറഞ്ഞു. അങ്ങ് പൊങ്ങി. എന്നിട്ട് അവരെ നീ എന്തൊക്കെ കാണിച്ചെന്ന് ചോദിച്ചു. എല്ലാം കാണിച്ചു. എന്റെ കൊട്ടാരത്തിൽ രാജധാനി അവർ കാണാത്ത ഒരു വസ്തു പോലും ഇല്ലെന്ന് പറഞ്ഞു. ഇത്രയും ദൂരെ നിന്ന് സമ്മാനമായിട്ട് വന്നപ്പോ അവരെ ഒന്ന് ആദരിക്കണ്ടേ? വേറെ ഉദ്ദേശവുമായിട്ട് അവർ വരുമോ? എന്നാ യഹോവയുടെ വചനം കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. നിന്റെ പിതാക്കന്മാരുടെ കാലം അത് സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന സകലവും, നിന്റെ മക്കളെയും നിന്റെ ഭാര്യമാരെയും എല്ലാം അവർ പിടിച്ചുകൊണ്ട് ബാബലിലേക്ക് പോയി അവരെ വെപ്പാട്ടികളാക്കി അവരുടെ കുതിരയ്ക്ക് ദാസന്മാരാക്കി വെക്കുന്ന കാലം വരുമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ഭക്തനായ ഹെസ്കിയാവ്, വളരെ ഭക്തനായിരുന്നു ഹെസ്കിയാവ്. ഈ സംഭവം വരെ ഹെസ്കിയാവിന്റെ ജീവിതത്തിൽ തെറ്റ് കാണാനൊക്കെ സാധിക്കില്ല, അത്ര പെർഫെക്റ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീ പറഞ്ഞ വാചനം നല്ലത്. എന്റെ ജീവിതകാലത്ത് ഏതായാലും ഞാൻ ചാകുന്നവരെ നടക്കില്ലല്ലോ, പിള്ളേരുടെ കാലത്ത് എന്തെങ്കിലും ചെയ്യട്ടെ, പോയി നശിക്കട്ടെ. തന്റെ വ്യക്തിപരമായ ഉയർച്ചയും തന്റെ വ്യക്തിപരമായ മഹത്വവും മാത്രം ആഗ്രഹിച്ചതായിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഹെസ്കിയാവ്. താൻ ദൈവത്തെ വിശ്വസിച്ചവനും ദൈവത്തിന് വേണ്ടി ജീവിച്ചവനും ഒക്കെയാണ്. പക്ഷെ അതിന്റെ പിന്നിൽ ചില ആളുകൾക്ക് അങ്ങനെയുണ്ട്. വ്യക്തി പ്രശംസ എന്ന് നമ്മൾ പറയും. മറ്റാരെങ്കിലും അവരെ ഒന്ന് പുകഴ്ത്തിയേക്കാമെങ്കിൽ പിന്നെ അവരങ്ങ് പൊങ്ങും. ഓർത്തോണം, നിങ്ങൾ എത്ര പൊങ്ങിച്ചാടിയാലും താഴെ വന്നേ നിൽക്കൂ. വെട്ടിയിട്ട പിണ്ടി പോലെ താഴെ വന്ന് കിടക്കും. 3 ദിവസം കഴിയുമ്പോൾ പഴുത്ത് ഒന്നിനും കൊള്ളാത്ത വണ്ടിയായിട്ട് മാറി. ഓക്കെ, ഓർത്തോണം. നമ്മൾ ആളുകൾ നമ്മളെ പൊഴുത്തുമ്പോ ചില ആളുകൾ എപ്പോഴും അച്ഛനില്ലായിരുന്നെങ്കിൽ അച്ഛനില്ല, ഞാൻ പ്രത്യേകിച്ച് ഇവിടെ കേട്ടോണം. അവൻ പോലെ പമ്പ് ചെയ്ത് ഹൈജാക്ക് ചെയ്ത് നമ്മളെ മൂലെടുത്തിട്ട് അവൻ എന്ത് ചെയ്യുന്നറിയാം? ഈ സാധനം വലിക്കും, നമ്മൾ പെട്ടോന്ന് വന്ന് വീഴും. അത് നമ്മളെ കിട്ടുമില്ല. മറ്റുള്ളവരെ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ആളുകൾ നല്ലവരല്ല. മറ്റുള്ളവരെ പ്രശംസിക്കും. രാവിലെ എഴുന്നേറ്റ് അയൽക്കാരനെ പ്രശംസിക്കുന്നവന് ദശവാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ നല്ലവനല്ലെന്നാ പറഞ്ഞു. അച്ഛനെ നല്ല മനുഷ്യനാണ് നിങ്ങൾ കാണുന്നത്, ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ മതി. എന്നോട് പറയണ്ട. എന്നോട് എന്തിനാ പറയുന്നത്? എനിക്കത് കേട്ട് എന്ത് ചെയ്യാന്?
ആരെയും പുകഴ്ത്തരുതെന്നാ പറയുന്നത്. ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മിക്കവാറും മനുഷ്യരെ ആളുകളെ പുകഴ്ത്തുന്നത് ഈ യെഹെസ്കേലിനെ പോലെയുള്ള ആളുകളാണ്. അവർ പുകഴ്ചയിൽ ജീവിക്കുന്ന ആളുകളാണ്. മറ്റുള്ളവരുടെ പ്രശംസയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അടിസ്ഥാനപരമായിരിക്കുന്ന ന്യൂനതയുള്ള ആളുകളാണ്. 2 ദിനവൃത്താന്തം 32-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. അധ്യായത്തിൽ യെഹെസ്കേലിന്റെ വീഴ്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ നീട്ടിക്കൊടുത്ത 15 വർഷത്തിൽ ജനിച്ച ഒരു മകനാണ്. എന്താ അവന്റെ പേരെന്നറിയാമോ? മനശ്ശെ. അവനാണ് ഇസ്രയേലിനെ നശിപ്പിച്ചത്. മനശ്ശെയുടെ പാപങ്ങൾക്ക് പരിഹാരമില്ലെന്ന് പറഞ്ഞു. മനശ്ശെയുടെ പാപം നിമിത്തമാണ് ഇസ്രയേലിനെ ദൈവം നശിപ്പിച്ചത്, യഹൂദയെ ദൈവം നശിപ്പിച്ചത്. ഈ നീട്ടിക്കൊടുത്ത കാലത്ത് യെഹെസ്കേൽ അല്പം അഹങ്കരിച്ചു. ആ അഹങ്കാരത്തിൽ ജനിച്ച മകനാണ് മനശ്ശെ. 11 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ മനശ്ശെയ്ക്ക് രാജാവാകുമ്പം. യെഹെസ്കേലിന് എത്ര വർഷം നീട്ടിക്കൊടുത്തത്? 15 വർഷം. അപ്പം 4 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവൻ ജനിച്ചത്. യെഹെസ്കേലിന്റെ നല്ല അഹങ്കാരത്തിന്റെ ആ ഒരു കാലഘട്ടത്തിലാണ്. അഹങ്കാരത്തിന്റെ മക്കളെ ജനിക്കാതിരിക്കുന്ന നല്ലതാകട്ടെ. അങ്ങനെയുള്ള മക്കളെ ജനിപ്പിക്കാതിരിക്കുന്നത് നല്ലത്. അനേക ദൈവദാസന്മാർക്ക് വന്നിട്ടുള്ള വീഴ്ച അതാണ്, അഹങ്കാരം. ഞാൻ മിടുക്കനാണ്, ഞാൻ നല്ലവനാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണെന്നുള്ള ഭാവം. ഞാനെന്ന ഭാവം വളരെ ആപത്താണ്. 5ാമത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് പത്രോസിനെ കുറിച്ചാണ്. പത്രോസ് കർത്താവിന്റെ ഏറ്റവും ശ്രേഷ്ഠ അപ്പോസ്തലനാണ്. ഏറ്റവും ശക്തനായ മനുഷ്യൻ തന്നെയായിരുന്നു. ഒന്നാമനായ പത്രോസ് എന്നാണ് അപ്പോസ്തലന്മാരെ പറ്റി പറയും. ഒന്നാമൻ പത്രോസ്. ഒരു കുറവില്ലാത്തവനല്ലേ, ശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ ഒരുവനാണ്. 3000 പേര് രക്ഷിക്കപ്പെടത്തക്കാണ് ഒരു പ്രസംഗം നടത്തിയാണ്. കർത്താവ് പോലും വിചാരിച്ചിട്ട് 3000 പേരെ ഒറ്റ പ്രസംഗത്തിൽ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത്ര വലിയ പ്രസംഗമായിരുന്നു. പത്രോസിന്റെ പ്രസംഗമൊക്കെ ഒന്ന് കേൾക്കണമായിരുന്നു. രക്ഷിക്കപ്പെട്ട ഞാൻ ഒരു പ്രാവശ്യം രക്ഷിക്കപ്പെട്ടില്ല. കാരണം പത്രോസിന്റെ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമല്ലേ. പക്ഷെ എന്താ ഈ പത്രോസിന് പറ്റിയത് നമുക്കറിയാം. തന്റെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഭയമെന്നാണത്. ഭയം. നല്ല ധൈര്യമൊക്കെ ഉള്ളവനാണെന്ന് തോന്നുമെങ്കിലും ഭയങ്കര ഭയമുള്ളവനാണ്. അതെന്റെ ഇന്നേറ്റ് വീക്ക്നെസ് ആണ്, തൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഒരു പ്രശ്നമാണ്. കർത്താവിനെ തള്ളി പറഞ്ഞ എന്താ? നീയും അവരോട് കൂടെ ഉള്ളവനാണെന്ന് പറഞ്ഞപ്പോൾ പ്രാകുകയും കേസുകയും ഒക്കെ ചെയ്ത് എന്താണ്, ഇനി അത് സമ്മതിച്ചു പോയ ഇവനെ കൂടെ പിടിച്ച് പൂജിക്കുമെന്ന് വിചാരിച്ചാ. ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ എന്താ പറയുന്നത്? എനിക്ക് അവനോട് ബന്ധമില്ല. അവര് പറഞ്ഞ സംസാരം, ഏത് സംസാരം? 3-4 എണ്ണം മുക്കുവന്മാരുടെ നമ്പർ അങ്ങ് ഇറക്കി കൊടുത്തു. അവര് കേട്ടപ്പോ അല്ലേ അല്ല, ഈ പാർട്ടി അതാകാൻ യാതൊരു സാധ്യതയില്ല. പ്രാഗുവാനും ആണയിടുവാനും തുടങ്ങിയതാണ്. പത്രോസാണ്. പേടി ഭയങ്കരമാണ്. അന്ത്യോക്യ ചെന്നപ്പോഴോ ജാതികളെ പോർക്കുമൊക്കെ വേവിച്ച് പത്രോസിന് കൊടുത്തതല്ല. ഒന്നാമതിന് പോർക്കൊക്കെ അല്ലേ, പോർക്കുറോസും ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യാക്കോബിന്റെ ചില ആളുകളോട് വരുന്നത്. അവന്മാരെ ദൂരെ നിന്ന് കണ്ടപ്പോഴേ എന്ന് പറഞ്ഞ ശല്യമായി തല്ലുകൊള്ളിക്കാൻ വരികയാണ്. എന്റെ അപ്പോസ്തലത്വം ഇപ്രാവശ്യം പോയത് തന്നെയാണെന്നാ തോന്നുന്നത്. പത്രോസ് പെട്ടെന്ന് എഴുന്നേറ്റ് മുഖവും തുടച്ച് കയ്യും തുടച്ച് വായും കഴുകിയിട്ട് മാറി നിന്നു. പറഞ്ഞു, എനിക്ക് ഈ ജാതികളുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു. അവരുടെ തിന്നിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല. പൗലോസ് എഴുന്നേറ്റ് ശാസിച്ചു, ഹിപ്പോക്രേറ്റ്, പരീശനെ, നീ ജാതിയോട് തിന്നുകയും കുടിക്കുകയും ചെയ്തിട്ട് നീ ഇപ്പൊ യഹൂദനാന്ന് നടിക്കുക അല്ലേ? പത്രോസ് വലിയ മനുഷ്യനായിരുന്നു. പക്ഷെ ആ വലിയ മനുഷ്യനുള്ള വലിയ ന്യൂനതയായിരുന്നു ഭയം എന്ന് പറയുന്നത്. സഹോദരന്മാരെ ഭയമാണ്, അധികാരികളെ ഭയമാണ്. സ്ഥാനം പോവുകയോ മാനം പോവുകയോ തല്ലുകൊള്ളുകയോ ഒക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ പത്രോസിന് ഒരു വിധത്തിലും ഒക്കില്ല. ഇപ്പോഴും അങ്ങനെയാ. ചില നല്ല ആളുകളുണ്ട്, അവർ സുവിശേഷത്തിന് വേണ്ടി എന്തും ചെയ്യും. പക്ഷേ ചെറിയൊരാൾക്കൂട്ടം ഉണ്ടാകുന്ന സമയത്ത് അവരെ ഒന്ന് നോക്കിയാൽ ആ ദേശത്ത് അവരെ കാണില്ല. ഒരാഴ്ച കഴിഞ്ഞ് പോലും അവരെ കാണും. നടന്ന സംഭവമൊക്കെ നിങ്ങൾക്കറിയില്ല, കേട്ട് ചിലരൊക്കെ കേട്ട് കാണുമായിരിക്കും. ഭയങ്കര നിങ്ങൾ വിചാരിച്ച് 2-3 പേര് വരും ചാകുമെന്ന്. അവിടെയുള്ള കടക്കാർ വന്ന് കൈകൂപ്പി പറഞ്ഞു, എന്റെ സ്നേഹിതന്മാരെ സ്ഥലം വിടണം, അല്ലെങ്കിൽ ഇവിടെ കൊലപാതകം നടക്കും, പലരും ചാകാനിടയാകും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മള് ശത്രുപക്ഷം അങ്ങ് ചേരാൻ തരും. നമ്മൾ പറയും, ഏത് വേണ്ട സുവിശേഷം പറയുന്നത്? എന്ത് സുവിശേഷം വേണം? നീയൊക്കെ എന്താ സുവിശേഷം പറയുമ്പോൾ അവരോട് ചേർന്ന് അങ്ങനെ പറയേ. അങ്ങനെയുള്ള അനേക അവസരങ്ങളുണ്ട്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്ന് പൗലോസ് പറഞ്ഞു. പത്രോസിന് സുവിശേഷത്തെ കുറിച്ച് ലജ്ജ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയും. പക്ഷേ പത്രോസിനെ പോലെ ആയിരുന്നില്ല. എഫെസോസിൽ ബഹളം നടക്കുമ്പോൾ പൗലോസ് പടക്കുതിരായിരുന്നു. എഫെസോസിൽ ബഹളം നടക്കുമ്പോൾ പൗലോസ് എന്താ ചെയ്തത്? ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലാൻ ചെന്നു. പട്ടണമേനവനും സൈന്യന്മാരും ബലം പിടിച്ച് പുറകെ കോളർ പിടിച്ച് ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു. അത് കാണിക്കുന്നതെന്ന് പറഞ്ഞു പൊടി കിട്ടുന്നു. അതായിരുന്നു പൗലോസ്. പത്രോസ് അതായിരുന്നില്ല. അതുകൊണ്ട് പത്രോസിന് പലപ്പോഴും ധൈര്യമായി നിൽക്കുവാനായിട്ട് കഴിഞ്ഞു. പത്രോസിന്റെ ജീവിതം വായിച്ച്
പരിശോധിച്ച് നോക്കിയാൽ പത്രോസ് ഭീരുവാകാതെ ഭീരുത്വം കാണിച്ചു. പൗലോസ് ഭീരുവ അല്ലായിരുന്നു, അവൻ ധൈര്യശാലിയായിരുന്നു. ഗലാത്യയിലെ 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമൊക്കെ വായിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ അങ്ങനെയാണ്, ഒരടിയോ പിടിയോ തല്ലോ ഒരു ബഹളമോ സുവിശേഷത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ ആക്രോശങ്ങളോ വരുമ്പോ, ഇപ്പൊ അങ്ങനെ സംഭവം ഇവിടെ ഉണ്ടായാൽ എത്ര വിശ്വാസികൾ ഇവിടെ കാണും, എത്ര പേര് അത് കഴിഞ്ഞ് കാണുകയില്ല. ഒരാഴ്ച, 2 ആഴ്ച, 3-4 ആഴ്ച കഴിഞ്ഞ് അവർ വന്ന് നോക്കും. ശക്തമായി നിൽക്കാൻ കഴിയാത്തവരുണ്ട്. അവർ അനുകൂലമായ സാഹചര്യത്തിൽ വളരെ നല്ലവരാണ്, പ്രതികൂല സാഹചര്യത്തിൽ അവരാകെ പോകും. അവരെ കൊണ്ട് സാധിക്കുകയില്ല, പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. ഒരു വിമർശനം വിമർശിച്ചാൽ മതി, ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞൊന്ന് കളിയാക്കിയാൽ മതി, പിന്നെ 2 ആഴ്ചത്തേക്ക് പ്രാർത്ഥനയില്ല, വായനയില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ളവരുണ്ട്. നമ്മുടെ ധൈര്യമൊക്കെ അങ്ങ് പോകും. സമയങ്ങൾ ധൈര്യമായിട്ട് നിൽക്കണം. എല്ലാവരെയും കൊണ്ട് ഇപ്പോഴും സാധിച്ചെന്ന് വരികയില്ല. പത്രോസിന് സാധിച്ചില്ലല്ലോ എപ്പോഴും നിൽക്കാൻ. ഒരു പെൺകുട്ടിയുടെ മുന്നിൽ കർത്താവിനെ തള്ളി പറഞ്ഞില്ലേ. യോഹനാൻ എന്താ അങ്ങനെയല്ല. യോഹനാൻ അരമനയുടെ അവിടെ നിന്നു, ക്രൂശിന്റെ അരികിലും നിന്നു, എല്ലായിടത്തും നിന്നു. പത്രോസിനെ പോലെയുള്ള വലിയ ഓളമൊന്നും യോഹനാൻ കാണിച്ചില്ല. പക്ഷെ യോഹനാൻ ധൈര്യമുള്ളവനായിരുന്നു, അവസാനം വരെ കർത്താവിന് വേണ്ടി പിടിച്ചു നിന്നു. പൗലോസും അങ്ങനെയുള്ള ആളായി. എന്ത് കല്ലേറ് കൊണ്ടു, എന്ത് തല്ല് കൊണ്ടു, എന്ത് അടി കൊണ്ടു, കടലിൽ കിടന്നു, വെള്ളത്തിൽ കിടന്നു, ജന്തുക്കൾ വന്യജീവികളുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. അയ്യോ, എന്തോ ഒരു കഷ്ടതയാ മനുഷ്യന്. അപ്പോഴും പറഞ്ഞു സുവിശേഷത്തിന് വേണ്ടി, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. ഈ അടുത്ത സമയത്ത് ട്രംപിനെ വെടിവെച്ചപ്പോൾ ട്രംപ് ഈ വെടിവെച്ചുകൊണ്ട് പറഞ്ഞു ഫൈറ്റ് ഫൈറ്റ് ഫൈറ്റ്. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. ഒരു പ്രസിഡന്റ് ആകാൻ യോഗ്യതയുള്ള മനുഷ്യൻ. മറ്റെന്തൊക്കെ ദോഷങ്ങൾ നിങ്ങൾ പറഞ്ഞു, വെടിയും തോക്കും കണ്ട് അപ്പോഴും കയ്യുയർത്തി പറഞ്ഞു ഫൈറ്റ് ഫൈറ്റ് ഫൈറ്റ്. ഭയമില്ലാത്ത ആളുകളെ വളരെ കുറവാണ്. ദൈവത്തിന് ആവശ്യമാവര് അങ്ങനെയുള്ളവരെ. ചെറിയ ചെറിയ വിമർശങ്ങൾക്ക് നിരാശകാലം ആകെപ്പാടെ പോകുന്ന ആളുകൾ. പത്രോസ് ഒരു മഹാനായ മനുഷ്യനാണ്, കർത്താവിന്റെ വലിയേറിയ ദാസനാണ്. അദ്ദേഹത്തെ വിമർശിക്കാൻ എനിക്ക് എന്ത് യോഗ്യതയാണ്? വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ശാസിച്ചല്ലോ പരസ്യമായി. ദൈവം തന്നെ നമ്മളെ ഉപയോഗിക്കുന്നത് നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിന്റെ കൃപയുടെ അടിസ്ഥാനം. അതാണ് ആശ്വാസം. ദൈവം പത്രോസിനെ ഉപയോഗിച്ചത് പത്രോസിന്റെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല. പത്രോസ് ഭയങ്കര ഫീലിംഗ് ഉള്ള ആളാണ്. കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? ബോട്ടിൽ നിന്നെടുത്ത് കൊറ്റച്ചാട്. കാരണം അരയിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അകത്ത് എന്തെങ്കിലും കാണുമായിരിക്കും, അതും എനിക്കറിയില്ല. ഏതായാലും എടുത്തൊരു ചാട്ടമാ. കർത്താവാണെന്ന് പറഞ്ഞു. വെരി ഇമോഷണൽ. നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും എന്നൊക്കെയാ പത്രോസിൽ മീൻ പിടിച്ചാൽ നിന്നത്. എന്നിട്ട് അവർ പെണ്ണ് ഇവനും അവൻ്റെ കൂടാന്ന് പറഞ്ഞപ്പോ, ഞാൻ അവനെ അറിയുന്നില്ല, എനിക്ക് അവനോട് ബന്ധമില്ല, നീ തെറ്റിദ്ധരിച്ചതാണ്, എന്നെ പോലെയുള്ള വേറെ ആരെങ്കിലും ആയിരിക്കും, എന്തൊക്കെയാ പത്രോസ് പറഞ്ഞു. ശക്തന്മാരായ അനേക ദൈവദാസന്മാർക്കും അവന്റെ ബലഹീനതകളുണ്ട് കേട്ടോ. അതെ, പത്രോസ് പരാജയമായിരുന്നു. പത്രോസ് പരാജയമായി. അവസാനമായിട്ട് പത്രോസ് എല്ലാം ഓർക്കും ചെയ്തു. പത്രോസിന് ട്രഡീഷൻ, പാരമ്പര്യം പറയുന്ന പത്രോസിനെ ക്രൂശിക്കുകയായിരുന്നാണ്. ക്രൂശിക്കുന്ന സമയത്ത് പത്രോസ് പറഞ്ഞെന്നാ പറഞ്ഞു, എന്റെ കർത്താവിനെ ക്രൂശിച്ചതുപോലെ എന്നെ ക്രൂശിക്കരുത്, തല കീഴായി ക്രൂശിക്കണം. ഞാൻ ക്രൂശിക്കുമ്പോൾ എന്റെ കർത്താവിന്റെ പാദം ചുംബിച്ചുകൊണ്ട് ഞാൻ മരിക്കട്ടെ. കർത്താവ് ഗുരുവിനെ ക്രൂശിച്ചതുപോലെ നേരെ ക്രൂശിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞവരവനെ തലകീഴായി ക്രൂശിച്ചു എന്നാ പറയും. പത്രോസിന്റെ ഭയമൊക്കെ പോയി. ബലഹീനരായ ചില ആളുകൾ നമ്മുടെ ബലഹീന അവസ്ഥയിൽ ചിലതൊക്കെ നമ്മൾ പറയും, ചിലതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ദൈവം അതൊക്കെ ക്ഷമിക്കുകയും നമ്മളെ ശക്തീകരിക്കുകയും ഒക്കെ ചെയ്യും. നമ്മുടെ ദൈവം ഒരു നല്ല ദൈവമല്ലേ? നമ്മുടെ യോഗ്യത മാത്രം നോക്കിയാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരിക്കലും അല്ല. പക്ഷേ നമ്മുടെ ബലഹീനത എന്താണെന്ന് നാം അറിയുന്നത് നല്ലത്. ബർന്നബാസ് എന്ന് പറഞ്ഞ ഒരാളാണ് എൻ്റെ അടുത്ത പരിഗണനയുള്ള ബർന്നബാസ്. ഒരു വലിയ മനുഷ്യനായിരുന്നു ബർന്നബാസ്. ഒരു പക്ഷേ പുതിയ നിയമത്തില് ഇത്രത്തോളം ശക്തനായ ഒരു മനുഷ്യനില്ലായിരുന്നു എന്ന് ഞാൻ പറയും. കർത്താവിന്റെ അടുക്കൽ ഒരു ധനികനായ മനുഷ്യൻ ഒരിക്കൽ വന്നു. ഗുരു, നിത്യജീവനെ പ്രാപിക്കണം, ഞാൻ എന്ത് ചെയ്യണോ? കർത്താവ് അവനോട് അവസാനം നിനക്കുള്ളതെല്ലാം ദരിദ്രർക്ക് കൊടുക്കും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ധനവാനാകൊണ്ട് ദുഃഖത്തോടെ പോയി കളഞ്ഞു. എഫബ്രൂസ് എന്ന് പറയുന്നല്ലോ ഏറ്റവും വലിയ പണ്ഡിതൻ, കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു എഫബ്രൂസ്. അദ്ദേഹം അതേക്കുറിച്ച് കുറിച്ച് പറഞ്ഞത്, ആ മനുഷ്യൻ ബർന്നബാസ് ആയിരുന്നു. എന്താ തെളിവെന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല. ആ മനുഷ്യൻ ബർന്നബാസ് ആയിരുന്നിരിക്കുക. അങ്ങനെയെങ്കിൽ പിന്നെ ബർന്നബാസ് എന്ത് ചെയ്തു? തനിക്കുണ്ടായിരുന്ന ഭൂമി വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. ഏതായാലും ഒരു വലിയ മനുഷ്യനായിരുന്നു. ഇത്ര വിശാലമായ ഒരു മനസ്ഥിതിയുള്ള മനുഷ്യൻ. പൗലോസ് രക്ഷിക്കപ്പെട്ട യെരുശലേമിൽ വന്ന അപ്പോസ്തലന്മാരുമായിട്ടൊന്ന് പരിചയപ്പെടാനായിട്ടൊക്കെ അപ്പോസ്തലന്മാർ അവനെ കാണുമ്പോ, കാട്ടുപന്നിയെ കാണുമ്പോൾ മനുഷ്യൻ മാറുന്ന പോലെ ഇങ്ങനെ മാറി 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 നിൽക്കുന്നു. പത്രോസും മാറി, എല്ലാവരും മാറി. അവസാനം അതെ, ബർന്നബാസ് എന്ന് പൗലോസിനെ കൈക്ക് പിടിച്ച് കൊണ്ടുവന്ന് അവനെ പരിചയപ്പെടുത്തി. അങ്ങനെ വാസ്തവത്തിൽ
പൗലോസിനെ ശിഷ്യപ്പെടുത്തിയ ആളാണ് ഈ ബർന്നബാസ് നമുക്ക് പറയാം. അല്ലെങ്കിൽ പൗലോസ് അവിടെയെങ്കിലും അപ്പോസ്തലന്മാരുടെ ഗണത്തിലെങ്കിലും പിന്നെ പോയേനെയും, പരിചയമില്ലാതെ പോയേനും, തന്റെ നാട്ടിലേക്ക് പോയി. അത്ര വലിയ മനുഷ്യനാണ്. കർത്താവ് ഒന്നാം മിഷണറി യാത്രയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ബർന്നബാസിനെയും ശൗലിനെയും എന്നാ. ശൗലിനെയും ബർന്നബാസിനെയും എന്നല്ല വേർപിരിപ്പിക്കുന്ന. ഒന്നാമൻ ബർന്നബാസായിരുന്നു. പക്ഷേ നമുക്കറിയാം ബർന്നബാസിന് ബലഹീനത ഉണ്ടായിരുന്നു. എന്തെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ പറയില്ലോ, രക്തത്തിന് വെള്ളത്തേക്കാൾ കട്ടിയുണ്ടെന്ന്. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. പല കാരണങ്ങളതിന് പിന്നെ തിയോളജിക്കൽ കാര്യമൊക്കെ കൊണ്ട് പൗലോസ് എതിർത്തപ്പം രണ്ടാം മിഷണറി യാത്രയ്ക്ക് വേണ്ടി പോകാമെന്ന് പൗലോസ് പറഞ്ഞു. സഹോദരന്മാരൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞപ്പോ ബർന്നബാസ് തന്റെ മച്ചുരനായ അനന്തരവനായിരിക്കുന്ന മർക്കോസിനെയും കൂടെ കൊണ്ടുപോകാൻ നിശ്ചയിച്ചു. പൗലോസ് പറഞ്ഞു ആ കാര്യം സാധിക്കില്ല. എന്താണ്? ഒന്നാം മിഷണറി യാത്രയിൽ നമ്മൾ ജാതികളിലേക്ക് ഇരിഞ്ഞു ശേഷമാണ് ഇവനോട് സ്ഥലം വിടുന്നത്. ജാതികളോട് ബന്ധപ്പെടാനായിട്ട് തുടങ്ങിയപ്പോ പത്രോസിന്റെ തികഞ്ഞ യഹൂദ പാരമ്പര്യമുള്ള ആളാണ് ഈ മർക്കോസ് എന്ന് പറഞ്ഞ ആള്. മർക്കോസ് പറഞ്ഞു, ഇങ്ങനെയാ സുവിശേഷ വേലയെങ്കിൽ ഞാനില്ലെന്ന് പറഞ്ഞു, ഞാൻ പോവാ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. പത്രോസിന്റെ കാവലിയെത്താൽ ബർന്നബാസും തെറ്റിപ്പോകുവാനിടയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ രണ്ടാം മിഷണറി യാത്രയ്ക്ക് വേണ്ടി പോകുമ്പോ ഇങ്ങനെ ജാതികളെ സ്വീകരിക്കുവാൻ മടിയുള്ള, ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന മർക്കോസിനെ കൂടെ ടീമിൽ ചേർക്കാനായിട്ട് പൗലോസ് പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞു. ബർന്നബാസിന് തന്നെ ഒരു ചായ്വ് ഇങ്ങനെയുണ്ട്. ഇങ്ങനെ ചായ്വുള്ള ബർന്നബാസിനെയും ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിടക്കുന്നതായിരിക്കുന്ന മർക്കോസിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പേര് നടക്കുകയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും മർക്കോസ് ഇല്ലെന്ന് പറഞ്ഞു. ഭയങ്കര സംവാദമായി. സഹോദരന്മാർ ബർന്നബാസിനെ സപ്പോർട്ട് ചെയ്തില്ല. സങ്കടകരമായ കാര്യം, ബർന്നബാസ് തൻ അനന്തരവനായ മർക്കോസിനെ കൂട്ടിക്കൊണ്ട് കുപ്രോസ് ദ്വീപിലേക്ക്, സൈപ്രസിലേക്ക് പോയി. പൗലോസോ സഹോദരന്മാരാൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ടിട്ട് ശീലാസിനെയും കൂട്ടിക്കൊണ്ട് മിഷണറി യാത്ര എന്ന് പറഞ്ഞാൽ സഭ അംഗീകരിച്ചില്ല ബർന്നബാസിന്റെ സ്റ്റാൻഡ് സ്ട്രോങ്. അപ്പൊ ബർന്നബാസ് ഒരു നല്ല മനുഷ്യനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ബലഹീനതയുണ്ട്. രക്തത്തിന് ഒരനന്തരവന് വേണ്ടി ഒരു ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ആളാണ്. അതൊക്കെ ആളുകൾ പറയാറുണ്ട്. പിൽക്കാലത്ത് പൗലോസ് പറഞ്ഞു മർക്കോസ് എനിക്ക് യോഗ്യനാണ്, കൊണ്ടുവരാൻ പറഞ്ഞു. അതിനൊക്കെ പിന്നില് ബർന്നബാസിന്റെ ത്യാഗപൂർണമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ബർന്നബാസിനെ പറ്റി പിന്നെ മിഷൻ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലൊന്നും തന്നെ പൗലോസിന്റെ ഒരു പ്രസ്താവന മാത്രമുണ്ട്, എനിക്കും ബർന്നബാസിനും വിശ്വാസിയായ ഒരു സഹോദരിയുമായി യാത്ര ചെയ്യാൻ അനുവാദമില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ചിലപ്പോൾ വളരെ ശക്തരാണെങ്കിൽ നമുക്കൊരു ബലഹീനതയുണ്ട്. എന്തെന്നറിയാമോ? നമ്മുടെ കുടുംബമാണ് ചിലപ്പോൾ നമ്മുടെ ബലഹീനത. നമുക്കിഷ്ടമുള്ള ചില ആളുകളാണ് നമ്മുടെ ബലഹീനത. നാം ആഗ്രഹിക്കുന്ന വിധത്തിൽ ചിലപ്പോൾ നമ്മുടെ മക്കളെ, നമ്മുടെ അനിയന്മാരെ സഭ അംഗീകരിച്ചില്ലെന്ന് വരും, അവരെ ആദരിച്ചില്ലെന്ന് വരും. നിങ്ങൾക്ക് അവനെ വേണ്ട, ഞാനും പോവാ എന്ന് ചിലപ്പോൾ പറയും. നിങ്ങൾക്ക് അവനെ വേണ്ട, ഞാനും ഇല്ല. അങ്ങനെയൊക്കെ ഇതിന് ബലഹീനതയുണ്ട്. ബർന്നബാസിന് അങ്ങോട്ട് ബലഹീനത ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു. തന്റെ അനന്തരവനെ, അതിനെന്താ, അവൻ ചെറുക്കനില്ലായിരുന്നു. അവൻ ആദ്യം വന്നു, അവന് അല്പം പ്രയാസമൊക്കെ തോന്നി ജാതിയോട്. അവൻ പോയി, ഇപ്പൊ അവൻ വളർന്നില്ലേ, ഇനിയിപ്പോ എന്നാ പ്രശ്നം? പൗലോസ് പറഞ്ഞത് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മോടുകൂടെ വരാതിരുന്നവനെ വീണ്ടും കൊണ്ടുപോകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞതിന് പിന്നിൽ ഒത്തിരി കാര്യങ്ങൾ വായിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വായിക്കാറില്ല. അതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ശരിയാകണമെന്നൊന്നുമില്ല. പലയിടത്തും ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട്. ഇവിടെയും തെറ്റാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കും. അല്ല, ഇത്ര വലിയ പൗലോസിനെ പോലെ ഒരു മനുഷ്യനെ വെറുതെ ഒരു ദുർവാശിക്ക് അടിമയായിട്ട് തീരുമാനം ഇല്ല. പിൽക്കാലത്ത് അവന്റെ ബലഹീനത പോയി കഴിഞ്ഞപ്പോൾ അവൻ വേലയ്ക്ക് യോഗ്യതയുള്ളവനാണ്, കൊണ്ടുവരാൻ പറഞ്ഞു. തൻ്റെ ആ ഒരു ബലഹീനത മാറി, ജാതികളുള്ള തൻ്റെ ആ മനോഭാവത്തിൽ വ്യത്യാസം. പക്ഷെ ബർന്നബാസിന് വലിയ നഷ്ടമായി. ലോക സുവിശേഷവൽക്കരണത്തിൽ മുന്നിൽ നിൽക്കേണ്ടതായിരിക്കുന്ന ആളായിരുന്നു ബർന്നബാസ്. അതുവരെ മുന്നിലാണ് നിന്നത്. പക്ഷേ പിന്നെ അത് പൗലോസായി, ശീലാസായി, മറ്റനേകരായി. ബർന്നബാസ് അവിടെ വന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ചില ബലഹീനതകളും ചില ഹാങ്ങപ്സും നിങ്ങളുടെ പ്രയോജനം നഷ്ടപ്പെടുത്തി കളയുമോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ചിലർക്കത് ബന്ധമാണ്, ചിലർക്കത് ആഹാരമാണ്. പണ്ട് ഈ സുവിശേഷ വേലയ്ക്കൊക്കെ പോയാൽ വല്ലതും കഴിക്കാനും കുടിക്കാനും കിട്ടുമോ? ചില സമയത്ത് പട്ടിണി കിടന്നിട്ടുണ്ട്. ഉണ്ട് സൗര, പട്ടിണി കിടന്നിട്ടുണ്ട്. അതിനെന്താ? സുവിശേഷത്തിന് വേണ്ടി പട്ടിണി കിടക്കാൻ ദൈവം ഒരു ഭാഗ്യം തന്നാൽ ഞാൻ വലിയ ഭാഗ്യമാണ് കണക്കാക്കും. ആ ഭാഗ്യം എനിക്ക് അധികം കിട്ടിയിട്ടില്ല, കുറച്ചേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ സങ്കടം. ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്നോ? ഒരുപാട്. അതുകൊണ്ടെന്താ? പൗലോസ് പറഞ്ഞാൽ സമൃദ്ധിയായിരിക്കാനും അറിയാം, ദാരിദ്ര്യത്തിരിക്കാനും അറിയാം. രണ്ടും അറിയാം, രണ്ടും ശീലിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശീലിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ വ്യക്തിപരമായിരിക്കുന്ന ചില ന്യൂനതകളും ബലഹീനതകളും ഉണ്ട്. അത് നമ്മെ പരാജയപ്പെടുത്താതിരിക്കാനായിട്ട് നാം ശ്രമിക്കണം. ചിലർക്കത്
കുടുംബജീവിതത്തിന്റെ സുഖമാണ്, ചിലർക്ക് അത് മക്കളെ പറ്റിയുള്ള കൺസേൺ ആണ്, ഞാൻ ഇതിനൊക്കെ ഇറങ്ങിപ്പോയി എൻ്റെ പിള്ളേർ എങ്ങനെയായിത്തീരും എന്നുള്ളതാണ് ചിലർ. അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, 10-70 വേലക്കാരുണ്ട്. ഈ 70 വേലക്കാരിൽ ഒരാടെ പോലും മക്കള് വിദ്യാഭ്യാസം ഇല്ലാത്തവരായി തീർന്നില്ല. അവരുടെ കുടുംബത്തിൽ അവരുടെ ബന്ധത്തിൽപ്പെട്ട എല്ലാവരുടെ മക്കളെക്കാളും വേലക്കാരന്റെ മക്കളാണ് മുന്നിൽ നിൽക്കുന്നത് ഏത് തരത്തിലും. ഈ എങ്ങനെ ഇത് സാധിക്കുന്നുള്ളത് എനിക്കറിയില്ല, സത്യം പറയും. ഞാൻ പലരുടെ പേരും എന്തുകൊണ്ട് ഇവരൊക്കെ എങ്ങനെ, ഇവർക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് കർത്താവിന്റെ അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാം. കാരണം അല്പത്തെ അധികമാക്കുന്ന കർത്താവ്, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്ന കർത്താവ് പലപ്പോഴും അത് ചെയ്യാറുണ്ട്. പക്ഷെ പലരും കർത്താവിന് വേലയ്ക്ക് വേണ്ടി വരാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഓർക്കുമ്പോൾ പട്ടിണിയും പ്രയാസവും ദാരിദ്ര്യവും അല്ലേ, അതൊക്കെ ഓർക്കും. വലിയ പ്രയാസം. എൻ്റെ അപ്പച്ചനെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആളാണ് അപ്പച്ചൻ. അപ്പച്ചനെ പറ്റി പല കാര്യങ്ങൾ പറയും. നിങ്ങൾ വിചാരിക്കും എനിക്ക് അപ്പച്ചനോട് പണക്കാരനല്ല. ഞാൻ ലോകത്ത് ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരും ഏറ്റവും വലിയ ആളുകൾ ഒരാളാണ് എൻ്റെ ഫാദർ. എങ്കിലും എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മക്കൾക്കെല്ലാം വിദ്യാഭ്യാസം കൊടുത്തു, നിനക്കും MA LLB എല്ലാം നീ പഠിച്ചു കഴിഞ്ഞു, നിന്റെ മക്കൾ പോലെ കാളവണ്ടിക്കാരോ ഓട്ടോറിക്ഷക്കാരോ ഒക്കെ ആയി ഈ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖം വരിക എന്ന് പറഞ്ഞ് എന്നോട് ഒരിക്കൽ. ഞാൻ പറഞ്ഞു, എൻ്റെ മക്കൾ ഓട്ടോക്കാരായി തീരുകയാണെങ്കിൽ കർത്താവിനെ വിളിച്ചിട്ടില്ല, ഞാനൊരു അവസരം കാണിച്ചപ്പോൾ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ മക്കളാരും ഓട്ടോറിക്ഷ ഒന്നും ഓടിക്കുന്നില്ല. ഓട്ടോറിക്ഷ ഓടിക്കുന്ന മോശമായ ജോലിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കർത്താവിനെ സേവിച്ചിട്ട് വല്ല കുഴപ്പം വരുമോ? ഇല്ല, വരികയില്ല. പൗലോസ് ആ കാര്യമൊക്കെ മനസ്സിലാക്കിയ ഒരാളാണ്. ഞാൻ പറഞ്ഞു, ബർന്നബാസ് തന്റെ അനന്തരവന്റെ ഭാവിയെ കരുതി താന് ഒരു തെറ്റായ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെയാണ് ഈ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് 37 മുതൽ 39. ഞാൻ വായിക്കാത്ത എല്ലാവർക്കും പരിചയമുള്ള സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ശക്തനായ ഒരു മിഷണറിയും വിശ്വാസ വീരനും ആയിരുന്ന ബർന്നബാസിന് തന്റെ അവസരം നഷ്ടപ്പെട്ടു എന്നാണ് ഒരു അനന്തരവൻ മുഖാന്തരം. അനന്തരവനോട് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു, പൗലോസിന്റെ ടീം വരികയും ചെയ്തു. 7ാമത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു മനുഷ്യന്റെ അഹങ്കാരം കൊണ്ട് 70,000 ആളുകൾ കൊല്ലപ്പെട്ടു. ഒരു മനുഷ്യന്റെ, ഒരു വലിയ ഭക്തനായ ഒരു മനുഷ്യന്റെ അഹങ്കാരം കൊണ്ട് 70,000 ആളുകൾ കൊല്ലപ്പെട്ടു. ആരാ? ദാവീദ് എന്ന് പറഞ്ഞ ഒരാൾ. ദാവീദ് ഒത്തിരി വയസ്സൊക്കെ ആയി. ദാവീദിന് തോന്നൽ വന്നു, ഇസ്രായേലിലെ ഫറവോനാണോ ഞാനാണോ വലുത്? അന്നത്തെ കാലത്ത് ഒരു രാജാവിന്റെ ശക്തി അളക്കുന്നത് പട്ടാളത്തിന്റെ സംഖ്യ കൊണ്ടാണ്. യോവാബേ ഇവിടെ വരാൻ പറ, മാസേ വരാൻ പറ, നിങ്ങൾ പോയിട്ട് ബേർശേബ തുടങ്ങി അങ്ങ് അറ്റം വരെ പോയിട്ട് എല്ലാ ഇസ്രായേലിന്റെ സംഖ്യ എടുത്തിട്ട് പറഞ്ഞു. പട്ടാളത്തിൽ 20 വയസ്സിന് മേൽ പ്രായമുള്ള എല്ലാവരുടെയും സംഖ്യ കൊണ്ട് എനിക്ക് തരണം. യോവാബ് പറഞ്ഞു, ദൈവം തന്റെ ജനത്തെ 100 മടങ്ങായി വർദ്ധിപ്പിക്കട്ടെ, രാജാവ് ഈ അകൃത്യം ചെയ്യണ്ട. എന്താ അകൃത്യം ചെയ്യണമെന്ന് പറഞ്ഞു? വീണ്ടെടുപ്പ് വിലയായിരിക്കുന്ന അരശേക്കൽ കൊടുക്കാതെ എപ്പോഴെങ്കിലും സെൻസസ് എടുത്താൽ അങ്ങനെ സെൻസസ് എടുക്കപ്പെടുന്ന ഓരോ മനുഷ്യനും ചാവും, കൊല്ലും. അതാ ദൈവത്തിന്റെ പ്രമാണം പറഞ്ഞിട്ട്. വീണ്ടെടുപ്പ് വില കൊടുക്കണം, നിങ്ങൾക്ക് സെൻസസ് എടുക്കണമെന്ന്. ദാവീദ് വീണ്ടെടുപ്പ് വില കൊടുക്കാനൊന്നും സന്നദ്ധമല്ല. 5 ലക്ഷത്തിൽ 7 ലക്ഷം പട്ടാളമുണ്ട്, ഇതിനെല്ലാം വീണ്ടെടുപ്പ് വില കൊടുക്കുക ദാവീദിന്റെ യോവാബ് വേണ്ടെന്ന് പറഞ്ഞു. യോവാബ് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അതവിടെ പറയുന്നത് 2 ശമൂവേൽ 24-ാം അധ്യായത്തിൽ പറയുന്നത്, യോവാബ് രാജാവിന്റെ കൽപ്പന യോവാബിന് വെറുപ്പായിരുന്നെങ്കിലും അനുസരിക്കേണ്ടതായിട്ട് വന്നു. പോയി കണക്കെടുത്തു. ലേവ്യരെ എണ്ണിയില്ല, ബെന്യാമീനെ എണ്ണിയില്ല, അവരെ നശിപ്പിക്കാതിരിക്കുന്നവരെ കൊണ്ട് സംഖ്യ കൊടുത്തു. പക്ഷെ ദൈവം 3 കാര്യം വെച്ച് ദാവീദിന്റെ മുൻപിൽ, ദാവീദെ തെരഞ്ഞെടുത്തുകൊള്ളുക, അന്യ രാജാക്കന്മാരുടെ മുൻപിൽ നീ ഓടുന്നു, 3 വർഷം യുദ്ധം ഉണ്ടാകുന്നു, നീ അവരെ പിടിച്ച് ഓടുന്നു, അല്ലെങ്കിൽ ദേശത്ത് മഹാക്ഷാമവും മഹാമാരിയും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ കയ്യിൽ 3 ദിവസം വീഴുന്നു. അവസാനം പറയും ദൈവത്തിന്റെ കൈ വീഴുന്നതാണ് നല്ലത്, കാരണം അവൻ കരുണയുള്ളവനാണ്. ദൈവം 70,000 ആളുകളെ കൊന്നു. അവസാനം നമുക്കറിയാം, ദൈവദൂതനെ കണ്ടു, ദാവീദിനോട് പറഞ്ഞു, നീ ആ പ്ലോട്ട് വാങ്ങി അവിടെ യാഗപീഠം പണിത് ദൈവത്തിന് യാഗം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ യാഗം കഴിച്ചാണ് മരണം. 70,000 പേരാണ്. എന്താ അത്? ഞാൻ എത്ര വലിയ രാജാവാണെന്ന് എനിക്കൊന്നറിയണം, ഞാൻ എത്ര മിടുക്കനാണെന്ന് എനിക്കെന്നറിയാം, ഞാൻ എത്ര നല്ല പ്രസംഗിയാണെന്ന് എനിക്കെന്നറിയാം, ഞാൻ എത്ര നല്ല പാട്ടുകാരിയാണെന്ന് എനിക്കെന്നറിയാം. ഓരോരോ അഹങ്കാരത്തിന്റെ ചിന്തകൾ വരും. അഹങ്കാരത്തിന് പിന്നാലെ എന്താ വരുന്നത്? വീഴ്ചയാണ് വരുന്നത്. അഹങ്കാരത്തിന്റെ വല്ല ചിന്തകൾ കൊണ്ടോ? ഞാൻ സുന്ദരനാണ്, സുന്ദരിയാണ്, ഞാൻ മിടുക്കനാണ്, ഞാൻ ധനവാനാണ്, എനിക്ക് നല്ല ജോലിയുണ്ട്, എനിക്ക് നല്ല ഒരു പേരുള്ള കുടുംബമുണ്ട്, കുടുംബത്തിൽ നിന്ന് വന്നവനാണ്, അതാണ്, അപ്പടിയാണ്, ഇപ്പടിയാണ്, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ കൂടെ വരും. ഓർത്തോണം, അതിന് പിന്നാലെ വരുന്നുണ്ട്, അതിൻ്റെ കൂടെ വരുന്നുണ്ട് നിങ്ങൾക്ക് വീഴ്ച.
ദാവീദിനെന്നറിയണമായിരുന്നു. ആ അയൽ രാജ്യങ്ങൾ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിൽ ദാവീദിനോട് കിടനിൽക്കാൻ കഴിയുന്ന ഏതെങ്കിലും രാജ്യമുണ്ടോ? ഉണ്ടായിരുന്നില്ല. ദാവീദ് ഒരു യുദ്ധത്തിനും പരാജയപ്പെട്ടില്ലല്ലോ. അത്ര ഒരു ശക്തനായ രാജാവായിരുന്നു. ഏകദേശം 7 ലക്ഷത്തിലധികം പട്ടാളക്കാരുള്ള ഒരു രാജാവ്. ചെറിയ രാജാവാണ്. 7 ലക്ഷം പട്ടാളം എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലം. പക്ഷേ അതിന്റെ ദശാംശം ദൈവം കൊണ്ടുപോയി 70,000. അഹങ്കരിക്കരുത് കേട്ടോ. നമുക്കെല്ലാം ഉള്ള സിസ്റ്റമിക് വീക്ക്നെസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. സിസ്റ്റമിക് വീക്ക്നെസ്, അതായത് എന്താ മലയാളത്തിൽ പറയുന്നത്, നമ്മുടെ ജന്മസിദ്ധമായ നമ്മുടെ വ്യക്തിത്വത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു ബലഹീനതയുണ്ട്. ചിലർക്ക് അഹങ്കാരമാണ്, ചിലർക്ക് നിരാശയാണ്, ചിലർക്ക് ഭയമാണ്, ചിലർക്ക് ദ്രവ്യാഗ്രഹമാണ്, ലൈംഗിക താല്പര്യങ്ങളാണ്. ഇങ്ങനെ ഓരോ മനുഷ്യന്റെയും അവന്റെ വ്യക്തിത്വത്തിൽ അടിസ്ഥാനപരമായി അടിഞ്ഞുകൂടിയിരിക്കുന്ന ഓരോ ജീർണതയുണ്ട്, ഇന്നേറ്റ് വീക്ക്നെസ്. അത് നമ്മളെ പരാജയപ്പെടുത്തിക്കളെ. ചെറിയ കാര്യമായിരിക്കും, വലിയ കാര്യമായിരിക്കും. ഞാൻ എന്ന ഭാവം വളരെ ആപൽകരമാണ്, വളരെ ആപൽകരമാണ്. ഞാൻ ആയിരുന്ന കാലത്ത് ഞങ്ങളുടെ അപ്പച്ചനെയും അമ്മച്ചയും കാണാനായിട്ട് ഞാനും ഗ്രേസും കുഞ്ഞുങ്ങളും കൂടെ വന്നു. ഇലക്ട്രിസിറ്റി ഇല്ല, ഞങ്ങളെല്ലാം അവിടെ വെട്ടമൊന്നില്ല. ഇലക്ട്രിസിറ്റി ഇല്ല അവിടെ. വീട്ടിൽ കറണ്ട് ഇല്ല, ദേശത്തെങ്കിലും കറണ്ട് ഇല്ല. എല്ലാം പോയിരിക്കുക. ഞങ്ങളുടെയിലോട്ട് ചോർച്ചും ഇല്ല, വെട്ടവും ഇല്ല. താഴെ റോഡിൽ വരെ വന്നു ഒരു ടാക്സിയിൽ, മേപ്പെട്ട് വരെയില്ല. അന്ന് ഇന്നത്തെ റോഡില്ല, നടക്കാനുള്ള വഴിയേ ഉള്ളൂ. ഞങ്ങൾ അതേയോട് കയറി വന്നിട്ട് ഞങ്ങൾ താഴെ വന്നിട്ട് അവിടുന്ന് ഇന്നത്തെ റോഡില്ല, അതിന് പകരം കുറച്ചിങ്ങോട്ട് മാറിയിട്ട് ആ തോട് ക്രോസ് ചെയ്ത് സ്റ്റെപ്പുകളാണ്, ഒരു 19-60 സ്റ്റെപ്പുകളാണ്. അപ്പൊ ആ തോടെന്ന് പറയുന്ന ഒരിക്കലും കുഴിയാണ്. അത് നല്ല പരിചയമുള്ളവർക്ക് മാത്രമേ കുഴി വീഴാതെ പോകാനുള്ളൂ. അപ്പോ ഇരുട്ടുവാ. ഗ്രേസൊക്കെ പറഞ്ഞ് എങ്ങനെ ഇരുട്ടത്ത് പോകുന്നത്? ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളല്ലേ. ഓരോ പറഞ്ഞു. പിള്ളേർ ഇപ്പോഴും പറയും. ഏറ്റവും ചെറിയ ആൾ നെയ്തനെ ഞാൻ എടുത്തു. അവന് 4 വയസ്സേ ഉള്ളൂ, 3 വയസ്സേ ഉള്ളൂ. അവനെ ഞാൻ എടുത്തു. ബാക്കിയുള്ളവർ പറഞ്ഞു ഓരോരുത്തരുടെ തോളെ പിടിച്ചു, അടുത്ത ആളുടെ തോളെ മറ്റേ ആൾ പിടിച്ച് ഒരു ട്രെയിൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പോവുക. ഞാൻ ഏറ്റവും മുന്നിൽ. ഞാനിങ്ങനെ വന്ന് ഇരുട്ടത്ത് വന്നിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചത് ഈ ഭയങ്കര കുഴിയിലേക്കാ. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ വീണെന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ പെട്ടുകൊണ്ട് വരണില്ല, മറ്റവരുടെ എല്ലാം ചെയിൻ ബ്രേക്ക് ചെയ്തു പോയി. ഞാൻ നെയ്തനും കൂടെ കുഴിക്കകത്ത് കിടക്കുക. നെയ്തന്റെ കയ്യിൽ എപ്പോഴും ഇരുമ്പുണ്ട്, അവനൊന്നും പറ്റിയില്ല. അവിടെ കിടന്നതായിരിക്കുന്ന ഒരു വേരിന്റെ അടിയിലോട്ട് എൻ്റെ കാല് കയറിയിട്ട് ഞാൻ 6 മാസം ഞാൻ നടന്നില്ല. കാല് ഇത്രയും നീരും ഉണ്ടായിരുന്നു, ആകെപ്പാടെ ഉളുക്കി. ഇപ്പൊ പിള്ളേർ വരും, പോരാ എനിക്ക് ഇവിടുത്തെ ഓരോ തരി മണ്ണും അറിയാം, കണ്ണടച്ച് അമ്മണി പോവാം. അന്ന് ദൈവം എന്നെ പാഠം പഠിപ്പിച്ചു. നീ പറയേണ്ടിരുന്നത് അങ്ങനെയല്ല, കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്, അവൻ നമ്മെ സൂക്ഷിക്കുമെന്നല്ല. നീ പറയേണ്ടിരുന്നത് എനിക്ക് ഇതിന്റെ ഓരോ തരി അറിയാമെന്നല്ല. ഞാനത് ഒരിക്കലും മറക്കില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, എനിക്കിത് അറിയില്ല. കർത്താവെ കാത്തോണെ സൂക്ഷിച്ചോണേ, ഇവനെ വീഴാതെ സൂക്ഷിച്ചോണേ. അഹങ്കാരം എന്ന് പറയുന്നത് ഭയങ്കര ആപത്താണ്. ആരായാലും ആത്മീയ അഹങ്കാരമൊന്നുമില്ല, സ്പിരിച്വൽ പ്രൈഡാണ് ഏറ്റവും വലിയ പ്രൈഡ്. അതും വലിയ ആപത്താണ്. ഞാൻ പ്രാർത്ഥന വീരനാണ്, ഞാൻ വിശ്വാസ വീരനാണ്, ഞാൻ അധികം താമസിയാതെ വീഴ്ച മിക്കവാറും ഉണ്ടാവും. എത്ര അഹങ്കാരികളായ ദേവദാസന്മാരാ വീണുപോയിട്ടുള്ളത്. ദാവീദിൻ്റെത് പറ്റി. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ദൈവം ഉപയോഗിച്ച ഭക്തന്മാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ദൈവം ഉപയോഗിക്കാത്ത ഭക്തന്മാരെ കുറിച്ച്, മഹാഭാവികളായ വ്യക്തികളെ കുറിച്ച് ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ദൈവം ഉപയോഗിച്ച ഭക്തന്മാർ ഒന്നിനു പുറകെ ഒന്നായിട്ട് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവരും ദൈവം ഉപയോഗിച്ചവരും ഭക്തന്മാരും ശക്തന്മാരുമായ ദൈവദാസന്മാരെ കുറിച്ചാണ്. ഈ ദൈവദാസന്മാർക്കെല്ലാം അവരുടെ ജീവിതത്തിൽ ഓരോ ബലഹീനതകളുണ്ട്. നമ്മുടെ ബലഹീനത എന്താണെന്ന് മനസ്സിലാക്കി നാം അതിൽ നിന്ന് അതിജീവിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കണം. യോവാബ് പറഞ്ഞു ദാവീദേ നീ എണ്ണണ്ടെന്ന് പറഞ്ഞു. ദാവീദ് പറയേണ്ടത് ശരിയാണ്. ദൈവം ഗോലിയാത്ത് തുടങ്ങി എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു വിജയങ്ങൾ തന്നതൊന്നും സൈന്യത്തിന്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. ഞാൻ എന്തിനായി സൈന്യത്തെ എന്നെ വലിയവനാണെന്ന് നോക്കുന്നത്? എൻ്റെ ദൈവം വലിയവനാണ്, ദൈവം എന്നോട് കൂടെ ഉണ്ട്, ഞാനും വലിയവനാണ്. ദൈവം ഇല്ലെങ്കിൽ ഞാൻ വലിയവനല്ല. അങ്ങനെ ഓരോരുത്തരെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ചും അത് തന്നെ ശരിയായിരിക്കും. എനിക്കറിയില്ല നിങ്ങളുടെ ബലഹീനവശം എന്താണെന്നത്. എനിക്കറിയാം എൻ്റെ ബലഹീനവശം എന്താണെന്നത്. ആ ബലഹീനവശം എന്നെ പരാജയപ്പെടുത്താതിരിക്കാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കും. ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എൻ്റെ ബലഹീനവശം എന്നെ പരാജയം. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന് വേണ്ടി നാം പ്രയോജനപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നമ്മളെ പരാജയപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നേരത്തെ മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിച്ച് ആ പരാജയ മേഖലകളിൽ നാം വിജയം വരിക്കേണ്ടതാണ്. ദൈവം നല്ലവനാണ്. തന്നോട് അപേക്ഷിക്കുന്നവരെയും തന്നെ ആശ്രയിക്കുന്നവരെയും ദൈവം നിലനിർത്തുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.